നമസ്കാരം. ചാങ്മാങ്ങിനെ പൗലോസ് മാസ്റ്റർ ഉണ്ടാക്കി കൊടുത്ത ആ പിൽസുകൾ അവന്റെ ആവശ്യാനുസരണം ലഭിച്ചു കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കിയതും മാർക്ക് ഫെല്ലറും ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ഉൾപ്പെടെയുള്ള ടീം ചാങ്മാങ്ങിനെ യാത്രയാക്കി. ചാങ്മാങ് ചെല്ലുന്ന ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് ഡീമൺ റൈസിന്റെ സൂപ്പർ ലീഡേഴ്സ് ഇപ്പോ ലേശം പിന്നോക്കമായിരിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചാങ്മാങ് അവിടേക്ക് പോകുന്നത്. ചാങ്മാങ്ങിന്റെ വളർച്ച ചാങ്മാങ്ങിന് ഉറപ്പാക്കണമെങ്കിൽ ഇതുപോലുള്ള റിസ്കുകളിൽ ചാങ്മാങ് ചെന്ന് പെടേണ്ടതുണ്ട്. അക്കാര്യം എമോട്ടർ ചക്രവർത്തി യാവോ സൂചിപ്പിച്ചപ്പോഴാണ് ശരിക്കും ചാങ്മാങ് ആ കാര്യത്തെക്കുറിച്ച് കാര്യമായി ആലോചിച്ചു തന്നെ. അല്ലെങ്കിൽ ചാങ്മാങ് എപ്പോഴും മാർക്കിന്റെ കൂടെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചാങ്മാങ് പോയി കഴിഞ്ഞപ്പോൾ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങളും ഒന്ന് ഇവിടം വിടാമെന്ന് വിചാരിക്കുകയാണ്. ഡീൻലി എന്തായി പറയുന്നത്? ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ഈ ഹ്യൂമൻ റൈസ് വാച്ച് ഏൽപ്പിച്ചിട്ട് ഞാൻ പറകെട്ടിലേക്ക് പോകാൻ പോവുകയാണ്. മാർക്ക്, എൻ്റെ ജീവിതത്തിലെ നല്ല ഭാഗം ഞാൻ തണ്ടർ കോർട്ട്യാർഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. എനിക്ക് മാത്രമല്ല, ഫ്ലവർ ഗ്രാനിക്കും അത് തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ കാണുന്ന ഈ ഹോളി റീച്ചിന് അപ്പുറത്തും ഒരുപാട് ലോകമില്ലേ? അവിടെയൊക്കെ ഒന്ന് കറങ്ങണമെന്ന് ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചതാണ്. ഈ വിശാലമായ നക്ഷത്രങ്ങളുടെ ലോകത്ത് ഇപ്പോൾ സഞ്ചരിക്കാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടില്ല. ഇതാണ് സമയം. മാർക്ക്, ഞാനും ഫ്ലവർ ഗ്രാനിയും കൂടി ഒന്ന് ചുറ്റിയടിച്ചേച്ച് വരാം. മാർക്ക് എത്ര നിർബന്ധിച്ചിട്ടും ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും അവരുടെ ആ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. മനുഷ്യവംശം ശരിക്കും ത്രട്ട് ഫേസ് ചെയ്യുന്ന ആ സമയത്ത് അതിശക്തരായ ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ചിതറിയാൽ അത് അവർക്ക് ദോഷകരമായി വരുമെന്നുള്ള കാര്യം ഡീൻലിക്കും ഫ്ലവർ ഗ്രാനിക്കും അറിയാം. പക്ഷേ അവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവരുടെ ആ ആഗ്രഹം മറച്ചു വയ്ക്കാൻ അവർക്ക് പറ്റുന്നുമില്ല. ഹ്യൂമൻ റൈസ് വാച്ചിനൊപ്പം നിന്ന് മോൺസ്റ്റർ റൈസിനെയും മറ്റ് ഏലിയൻ റൈസിലേക്ക് നേരിടാനാണ് ഒരു ആഗ്രഹം, മറ്റൊന്ന് ലോകം കാണാനും. അവസാനം അവരുടെ ആ രണ്ടാമത്തെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കാമെന്ന് ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും തീരുമാനിച്ചപ്പോൾ മാർക്കും എമിലിയും അത് അങ്ങനെ തന്നെ അനുവദിച്ചു. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും പോയി കഴിഞ്ഞതും എമിലി ബ്ലാക്ക് മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക്, ഞാനും വ്യത്യസ്ത മേഖലകളിൽ പോയി കൾട്ടിവേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. എമിലിയും മാർക്കും ചേർന്ന് ജോയിന്റ് കൾട്ടിവേഷനാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ ജോയിന്റ് കൾട്ടിവേഷൻ നടത്തുമ്പോൾ രണ്ടുപേരുടെ ശക്തിയിൽ വർധനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എമിലിക്ക് 5th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. 5th ലെവൽ ബ്രേക്ക് ചെയ്താലേ അടുത്ത പാത്ത് ഓഫ് ഹെവൻ വരുമ്പോൾ ആ സെയിം ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. 6th ലെവൽ മുതൽ ഉള്ള ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരെ വിളിക്കുക സെയിന്റ് എന്നാണ്, സന്യാസി. അവർക്ക് പറ്റാത്തതായി ഒന്നുമില്ല. ആ സന്യാസി ലെവലിലുള്ള രണ്ടാളുകളാണ് ആ ഹോളി റീജിയനിലെ ജനറൽ എന്ന് വിളിക്കപ്പെടുന്ന ആ ക്യൂൻ കുടുംബത്തിന്റെ അതിശക്തൻ. രണ്ടാമത്തെ ആള് മാർക്കിനെ ആ ഹോളി റീജിയനിൽ വെച്ച് രക്ഷിക്കുകയും ഹുനാൻ മൗണ്ടനിൽ കൊണ്ടുവരികയും ചെയ്ത അതേ സൂഷിങ് ആണ്. കുൻലാൻ സെക്ഷന്റെ അധിപനായ പുള്ളിയും സെയിന്റാണ്. അവരെ പോലെ ആകണമെങ്കിൽ ആദ്യം 5th ലെവലിലേക്ക് കടക്കണം. ഇപ്പൊ ഹോളി റീജിയനിൽ 5th ലെവലിലേക്ക് കടന്നിരിക്കുന്നത് ടെങ് സിന്നറും പിന്നെ ഷൂ ഷൈനുമാണ്. അവർ രണ്ടുപേരും അതിശക്തരുമാണ്. എന്നാൽ മോൺസ്റ്റർ റൈസിലും ഡീമൺ റൈസിലും ഒക്കെ 5th ലെവലിലേക്ക് കടന്ന ആളുകളുണ്ട്. ശ്രീറാമും ശ്രീഹരിയും ഒക്കെ അങ്ങനെ കടന്ന ആളുകളാണ്. ഹ്യൂമൻ റൈസ് വാച്ചിനകത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ തനിക്ക് 5th ലെവലിലേക്ക് കടക്കാൻ ഇനിയും ഒരുപാട് സമയം വേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എമിലി ബ്ലാക്ക് ഒരു സെക്ലൂഷനിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. മാർക്കിന് എമിലിയുടെ മനസ്സ് വായിക്കാൻ പറ്റും. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, എന്തായാലും നമ്മൾ ഉടനെ പർഗേറ്ററിയിലേക്ക് തിരിക്കും. പർഗേറ്ററിയിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് മാറി സെക്ലൂഷനിൽ നിന്റെ കൾട്ടിവേഷൻ നടത്താവുന്നതേ ഉള്ളൂ. മാർക്ക് പറഞ്ഞ കാര്യം എമിലി ബ്ലാക്കും ഉൾക്കൊണ്ടു. മാർക്കും എമിലിയും അതിനെക്കുറിച്ചൊരു ധാരണയിൽ എത്തിച്ചേർന്നതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഈ ഹ്യൂമൻ റൈസ് വാച്ചിനെ ഇനി നമ്മൾ ആരെ ഏൽപ്പിക്കും? എമിലിയോട് സംസാരിക്കുമ്പോഴും മാർക്ക് ആലോചിക്കുന്നതും അത് തന്നെയാണ്. മാർക്കിന് ഈ ഹ്യൂമൻ റൈസ് വാച്ചിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ മാർക്ക് ബാധ്യസ്ഥനാണ്. മാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഹ്യൂമൻ റൈസ് വാച്ചിനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹ്യൂമൻ റൈസ് വാച്ച് മോൺസ്റ്റർ റൈസിനെ ആ ഹോളി റീജിയനിൽ വെച്ച് നേരിട്ട ആ നിമിഷം മുതൽ അവർ നോട്ടപ്പുള്ളികളാണ്. ഷീ കുടുംബത്തിന്റെ ആ ഷൈൻ്റെ ബ്രേക്ക് ത്രൂവുമായി ബന്ധിപ്പിച്ച്
അന്ന് അവിടെ നടന്ന യുദ്ധത്തിൽ ഷീ കുടുംബത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ നാശനഷ്ടങ്ങൾ ഒരു പരുവത്തിൽ പരിമിതപ്പെടുത്താൻ സഹായിച്ചത് യഥാർത്ഥത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചാണ്. അന്ന് ആ മോൺസ്റ്റർ റൈസിന്റെ നേതാവായ ഹെക്ടർ ടെങ്ങിനെ മാർക്കും ബാക്കിയുള്ളവരെ മാർക്കിനൊപ്പമുള്ള ആളുകളും തടുത്തതുകൊണ്ടാണ് അന്നത്തെ കൂട്ടക്കുരുതി ഒരു ഹ്യൂമൻ വംശത്തിന്റെ വിജയമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതായിരുന്നില്ല കഥ. ഹ്യൂമൻ വംശത്തിലെ ആരെക്കാളും ശക്തരായ ഒത്തിരിയേറെ ആളുകൾ അന്ന് മോൺസ്റ്റർ റൈസിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു. ആ 8 ചിറകളുള്ള ആ മോൺസ്റ്റർ ഡീമനുകൾ അതിശക്തരായിരുന്നു. അവരെ അന്ന് മാർക്കിൻ ടീമും നേരിട്ടത് വളരെ വളരെ ശ്രമപ്പെട്ടാണ്. ഇനി ആ ശൈലിയിൽ ഒരു അറ്റാക്ക് മോൺസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് മാർക്ക് ഡീൻലിയോട് നേരത്തെ ചർച്ച ചെയ്ത ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂൺ എന്നുള്ള ആ കൾട്ടിവേഷനെ കുറിച്ച് കൂടുതൽ ഗഹനമായി ആലോചിക്കുന്നത്. മാർക്കിന്റെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ആ ഹ്യൂമൻ റൈസ് വാച്ചിലെ എല്ലാ ആളുകളും ആ കൾട്ടിവേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മാർക്ക് ആ കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന് ഒരു കൗതുകം തോന്നി. മോൺസ്റ്റർ റൈസിലെ ആ മോൺസ്റ്റർ ജനറൽ അന്ന് ആ ഷീ കുടുംബത്തിന് മുന്നിൽ വെച്ച് ഹ്യൂമൻ റൈസ് വാച്ചിനെ ആക്രമിച്ചപ്പോൾ അയാളുടെ കീഴിലുള്ള മോൺസ്റ്റേഴ്സിനെയൊക്കെ അയാൾ ശരിക്കും കൺട്രോൾ ചെയ്തിരുന്നു. ആ കൺട്രോളിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺട്രോൾഡ് അറ്റാക്ക് തന്നെ ആ മോൺസ്റ്റേഴ്സ് മാർക്കിന്റെ ഹ്യൂമൻ റൈസ് വാച്ചിന് മുകളിൽ നടത്തിയ രംഗം മാർക്കിന്റെ മനസ്സിലൂടെ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. മാർക്കും ഹെക്ടറും തമ്മിൽ ശരിക്കും ജീവൻ വന്ന പോരാട്ടം നടക്കുമ്പോഴും മാർക്കിന്റെ കണ്ണിൽ അത് പതിഞ്ഞിരുന്നു. ഒരു കോർഡിനേഷൻ ആ മോൺസ്റ്റേഴ്സ് തമ്മിലുണ്ടായിരുന്നു. ആ കോർഡിനേഷൻ മാർക്കിന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. ആ പതിഞ്ഞു കിടന്ന ആ കോർഡിനേഷൻ ഇപ്പൊ ഇതാ മാർക്ക് തണ്ടർ കോർട്ട്യാർഡിലെ 3 പീക്കിലെ ആളുകളെ അത് പഠിപ്പിക്കുമ്പോൾ കാണുകയാണ്. തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് ഫ്ലോർ പീക്കും എർത്തൻ പീക്കും അതുപോലെ ഡീമൻ പീക്കുമാണ് ഇപ്പോൾ മാർക്കിനൊപ്പമുള്ളത്. ആ 3 പീക്കുകളിലെയും എല്ലാ യോദ്ധാക്കളും മാർക്കിനും ഡീലിനിക്കൊപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയാണ് ആ ഡീമൺ സ്ലെയിങ് പീക്കിന്റെ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്റർ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത് മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂണാണ്. ആകാശത്തെ ഉജ്ജ്വല പ്രഭാവത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു കോർഡിനേഷൻ ഉള്ളതുപോലെ പലപ്പോഴും തോന്നാറില്ലേ? ഒരു ഗാലക്സിയുടെ ഭാഗമായി ആ നക്ഷത്രങ്ങൾ ചലിക്കുന്ന ആ രീതി, അതാണ് ഇവിടെ ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും അതിശക്തരാണ്, നക്ഷത്രങ്ങൾ പോലെ. ആ അതിശക്തർ ഒരു കോർഡിനേഷന്റെ ഭാഗമാകുമ്പോൾ അവരുടെ ശക്തി വൻതോതിൽ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുന്ന കാഴ്ച നേരത്തെ മാർക്ക് ആ മോൺസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കണ്ടതാണ്. അതേ ശൈലിയിൽ ഇവിടെ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്ററുടെ കീഴിൽ പരിശീലിക്കുന്ന ആളുകൾക്ക് ഉണ്ട്. പീറ്റർ പരിശീലിപ്പിക്കുമ്പോൾ ആ പരിശീലനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഗു കുടുംബത്തിലെ ആളുകളുമുണ്ട്. ഗു കുടുംബത്തിലെ ഇപ്പോൾ അതിശക്ത എന്ന് പറയുന്നത് ഗു വാനിലയാണ്. ആ ഗു വാനില നേരത്തെ ഗു നിങ്ങിന്റെ സന്തത സഹചാരിയും ബോഡി ഗാർഡുമൊക്കെ ആയിരുന്നതാണ്. ഗു വാനിലയ്ക്ക് വല്ലാത്തൊരു അതിശയം. പീറ്റർ ഹാൻസ് പഠിപ്പിക്കുന്ന ആ ടെക്നിക്ക് ഉണ്ടാക്കുന്ന റിഫ്ലക്ഷനാണ് ശരിക്കും അവളെ അതിശയിപ്പിക്കുന്നത്. ഗു വാനിലയ്ക്ക് സ്വന്തമായി ഒരു കൾട്ടിവേഷൻ ഉണ്ട്. അത് വേ ഓഫ് വാട്ടറാണ്. ഗു കുടുംബത്തിന്റെ ശരിക്കും പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് ജലദേവതയാണ്. ആ ജലദേവത അവർക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഹാർട്ട് ഓഫ് ഓഷ്യനാണ് ഗു കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത്. അതൊരു ഹീലിംഗ് മെക്കാനിസം മാത്രമല്ല, അതൊരു പ്രൊട്ടക്ഷൻ മെക്കാനിസം കൂടിയാണ്. മറ്റുള്ളവരുടെ അറ്റാക്കിൽ നിന്ന് അവരുടെ ബോഡിയെ സംരക്ഷിക്കാൻ ആ ഹാർട്ട് ഓഫ് ഓഷ്യന് പറ്റും. പക്ഷേ ഒഫൻസിന്റെ കേസ് വരുമ്പോൾ അത് പോരാ. ഒഫൻസാണ് ഇപ്പോൾ പീറ്റർ ഹാൻസ് പഠിപ്പിക്കുന്ന ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂൺ എന്ന് പറയുന്നത്. അനവധി സ്റ്റാറുകളും മൂണുകളും ഒരുമിച്ച് ഒറ്റ പോയിന്റിലേക്ക് സകല ശക്തിയും കേന്ദ്രീകരിക്കുന്ന അതിമനോഹരമായ ഒരു ഒഫൻസീവ് മെക്കാനിസമാണ് ഗു വാനില ഹാൻസ് പീറ്ററുടെ ആ ഉദ്യമത്തിൽ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗു വാനിലയുടെ മുഖത്ത് ശരിക്കും ഒരു അതിശയമുണ്ട്. മാർക്ക് ഫെൻഡർ ഗു വാനിലയുടെ അടുത്തേക്ക് ചെന്നു. ഏയ് ഗു, എന്തു പറ്റി? അല്ല മാർക്ക്, ശരിക്കും എന്നെ ഈ ടെക്നിക്ക് അതിശയിപ്പിക്കുകയാണ്. മാർക്ക് എങ്ങനെയാണ് ഈ ടെക്നിക്ക് പഠിച്ചത്? അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. മാർക്കിന്റെ പിതാവിന്റെ ശേഖരത്തിൽ നിന്ന് മാർക്ക് അടർത്തി മാറ്റിയെടുത്തതാണ് ശരിക്കും ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂൺ എന്ന് പറയുന്നത്. മാർക്കിന്റെ അച്ഛൻ ആ ലൈബ്രറി ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം മാർക്ക് ഒരുപാട് ടെക്നിക്കുകൾ മാർക്കിന്റെ അച്ഛന്റെ ആ ശേഖരത്തിൽ നിന്ന് പഠിച്ചെടുത്തിരുന്നു.
പക്ഷെ അന്നൊക്കെ മാർക്ക് പഠിച്ചത് മാർക്കിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്കുകളാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആ ഹോളി റീജിയനിൽ ഷൈൻ്റെ കുടുംബത്തിൽ നടന്ന ആ മോൺസ്റ്ററൈസിന്റെ അറ്റാക്ക് കണ്ടതിന് ശേഷമാണ് മാർക്കിന് ഒരു ടീമിനെ പ്രാക്ടീസ് ചെയ്യിക്കേണ്ട ആവശ്യകത മനസ്സിലായത്. അങ്ങനെയാണ് മാർക്ക് അച്ഛൻ്റെ ശേഖരത്തിനകത്ത് നിന്ന് അങ്ങനെ ഒരു സാധനം കണ്ടത്. നേരത്തെ ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂൺ മാർക്ക് കണ്ടതാണ്. പക്ഷെ മാർക്ക് അന്ന് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ ആ പവർ മാർക്ക് ശരിക്കും മനസ്സിലാക്കുന്നത്. ഗു വാനുകളുടെ ചോദ്യത്തിന് ഉത്തരമായി മാർക്ക് പറഞ്ഞു, അത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. മാർക്കിന്റെ പിതാവ് ഇപ്പൊ പലർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. തണ്ടർ കോർട്ട്യാർഡിൽ ആ കാര്യം ഡീൻലി പറഞ്ഞതാണ്. തണ്ടർ കോർട്ട്യാർഡിന്റെ ലീഡേഴ്സ് ഒക്കെ തണ്ടർ കോർട്ട്യാർഡിൽ മടങ്ങിയെത്തിയപ്പോൾ അവര് മാർക്കിന്റെ കൈവശമുള്ള ആ ആർട്ടിഫാക്റ്റുകൾ അടിച്ചു മാറ്റാനായി ഒരു ശ്രമം നടത്തിയപ്പോൾ ഡീൻലിയാണ് ആ കാര്യം തണ്ടർ കോർട്ട്യാർഡിന്റെ നേതാക്കളോട് പറഞ്ഞത്. മാർക്ക് ഒരു സാധാരണ വ്യക്തിയല്ലെന്നും മാർക്കിന്റെ പിതാവ് ഗാർഡിയൻ ആണെന്നുള്ള കാര്യം ഡീൻലി അവരോട് പറഞ്ഞത് അവര് മാർക്കിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അന്ന് അവർ അതിന് പറഞ്ഞ മറുപടി, ഗാർഡിയൻ പണ്ടായിരുന്നു ശക്തനായിരുന്നു, ഇപ്പോ ഗാർഡിയന്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ അംശം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഗാർഡിയനെ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാർക്കിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. ഗാർഡിയന്റെ മകനാണ് മാർക്ക് എന്നുള്ള വിഷയം പതുക്കെ ആ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് പുറത്തേക്ക് ചോർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹോളി റീജിയനിലെ പലർക്കും ആ വിവരം ഇപ്പോൾ അറിയാവുന്നത്. ആ കാര്യം സ്വാഭാവികമായിട്ടും ഗു കുടുംബത്തിലെ ഗു വാനിലേക്കും അറിയാം. മാർക്കിന്റെ പിതാവിൽ നിന്ന് മാർക്കിന് പാരമ്പര്യമായി ലഭിച്ച ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള പവർ ശരിക്കും വാനിലെ വല്ലാതെ അതിശയിപ്പിക്കുകയും അതേസമയം സന്തോഷിപ്പിക്കുകയുമാണ്. അവൾക്ക് ഇല്ലാത്തത് ഒഫൻസാണ്. ആ ഒഫൻസിന് ഇപ്പൊ ആ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് അവളെ സഹായിക്കും. ഗു കുടുംബത്തിലെ ഗു വാനിലേക്കൊപ്പം ഒരു 500ഓളം പേരുന്ന ടീമുണ്ട്. അവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൽ അംഗമായിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ജി കുടുംബത്തിലെ ആളുകൾ. ജീനയുടെ ജി കുടുംബത്തിലെ എല്ലാ ആളുകളെയും ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലുണ്ട്. ഇതിനു പുറമെ പല മേഖലകളിൽ നിന്നായി പഠിക്കാനെത്തിയിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരെ മുഴുവൻ നിരന്തരമായി പരിശീലിപ്പിക്കുകയാണ് ഹാൻസ് പീറ്റർ. ഹാൻസ് പീറ്ററുടെ നേതൃത്വത്തിൽ ആ പരിശീലന പരിപാടി അങ്ങനെ നടക്കുമ്പോൾ ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് പർഗട്ടറിയിലേക്ക് പോകാനുള്ള സമയമായി. പർഗട്ടറിയിലേക്ക് പോകുന്ന കാര്യം മാർക്ക് നേരത്തെ തീരുമാനിച്ചതാണ്. ആ തീരുമാനം മാർക്ക് എടുത്തിട്ട് കുറെ നാളുകളായി. ജീന അത് ഓർമ്മിപ്പിച്ചതും മാർക്ക് ജീനോട് പറഞ്ഞു, ജീന, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നാ തിരിക്കേണ്ടത്? മാർക്ക്, ഇപ്പൊ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് ശേഖരിക്കുകയും അവരോടൊക്കെ പർഗട്ടറിയിൽ പോയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഒരു വൻ ടീം നമ്മളെ അനുഗമിക്കുകയാണ്. അവർക്ക് പർഗട്ടറി എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് അവരും പറയുന്നത്. പർഗട്ടറിയിൽ നേരത്തെ ഹ്യൂമൻ റേസിനായിരുന്നു ആധിപത്യം. പക്ഷെ ഇപ്പോൾ മോൺസ്റ്റർ റേസും അതുപോലെ ഡീമൺ റേസും അവിടെ പിടിച്ചടക്കി എന്ന് തന്നെ പറയാം. പർഗട്ടറിയിലെ ആ 9th ലെവൽ പർഗട്ടറിക്ക് അപ്പുറത്ത് ഹ്യൂമൻ വംശത്തിന്റെ പാത്ത് ഓഫ് ഹെവൻ അവസാനിക്കും. അത് കഴിഞ്ഞ് തുടങ്ങുന്ന പാത്ത് ഓഫ് ഹെവൻ ഗോസ്റ്റ് വംശത്തിന്റെ പാത്ത് ഓഫ് ഹെവനാണ്. എന്ന് പറഞ്ഞാൽ ആ പർഗട്ടറിയിലേക്ക് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഗോസ്റ്റ് വേൾഡിൽ നിന്ന് ആളെത്താമെന്നാണ്. അതുമാത്രമല്ല, ഹ്യൂമൻ വേൾഡിനെ മറ്റ് ഏലിയൻ വേൾഡുകളുമായി വേർതിരിച്ചിരുന്ന അതിർവരമ്പുകൾ പലതും ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മോൺസ്റ്റർ റേസിന്റെ പാത്ത് ഓഫ് ഹെവൻ വഴി അനവധി മോൺസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ പർഗട്ടറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ടാവും. മോൺസ്റ്റേഴ്സിന്റെ ടോപ്പ് ക്ലാസ് ഇപ്പോൾ വിശ്രമത്തിലാണെങ്കിലും വേറെ ആളുകൾ അവിടെ കാണാൻ സാധ്യതയുണ്ട്. അത് എവിടെയാണെന്നും ജീനയ്ക്ക് അറിയാം. ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, 6th ലെവൽ പർഗട്ടറിയിൽ നിന്ന് 7th ലെവലിലേക്ക് പോകാനുള്ള ആ പാസേജിൽ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞാൽ ഒരു ഫോറസ്റ്റാണ്. ആ ഭാഗത്തേക്ക് സാധാരണഗതിയിൽ ആരും പോകാറില്ല. ആ ഫോറസ്റ്റിനെ വിളിക്കുക ഫ്ലെയിമിംഗ് ഫോറസ്റ്റ് എന്നാണ്. ആ ഫോറസ്റ്റിനകത്ത് എപ്പോഴും തീ ഉണ്ടാകും. തീ കത്തുന്ന വനം, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അത് കേട്ടതും മാർക്ക് ചോദിച്ചു, ഏയ് ജീന, അതെന്താ അവിടെ എപ്പോഴും തീ കത്തുന്നത്? മാർക്ക്, അത് മോൺസ്റ്റേഴ്സിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. അവിടെ കയറുന്ന മനുഷ്യരാരും തന്നെ തിരിച്ച് വരാറേയില്ല. അതുകൊണ്ട് അവിടെ സാധാരണഗതിയിൽ പർഗട്ടറിയിലെത്തുന്ന നമ്മളാരും എക്സ്പ്ലോർ ചെയ്യാത്തത്. പർഗട്ടറിയുടെ ഭാഗമായ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ മൂൺ പവലിയൻ നടത്തിയിരുന്ന ആ ജീനയ്ക്ക് ഇൻഫർമേഷൻ ഇഷ്ടംപോലെ ഉണ്ട്. ജീനയുടെ ആ മൂൺ പവലിയനിൽ ധാരാളം ഡീമൺ സ്ത്രീകളും ഉണ്ടായിരുന്നു. ആ ഡീമൺ സ്ത്രീകളുമായി ബന്ധിപ്പിച്ചും ഒരുപാട് വിവരങ്ങൾ ജീന കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജീന അവളുടെ നിഗമനങ്ങൾ പറഞ്ഞത്.
ജീന ശരിക്കും ഒരു ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ആണെന്ന് പറയാം. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അതിനെ വിശകലനം നടത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാനും അവൾക്ക് വല്ലാത്തൊരു ശേഷിയുണ്ട്. ആളുകളെ കൂട്ടി യോജിപ്പിക്കാനുള്ള ജീനയുടെ ശേഷിയെ അപാരമായ ശേഷി എന്നേ പറയാൻ പറ്റും. ഒരു വല്ലാത്ത കോർഡിനേഷൻ പവർ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവളുടെ കുടുംബത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാ അസറ്റ്സും അവളുടെ പിതാമഹന്മാർ അവളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ജീന ആ പർഗട്രിയിൽ 6th ലെവലിൽ നിന്ന് 7th ലെവലിലേക്ക് പോകുന്ന പാസേജിനെ കുറിച്ചും അവിടെ നിന്ന് വലത്തേക്ക് പോയാലുള്ള ആ മലയെക്കുറിച്ചും പറഞ്ഞപ്പോൾ മാർക്ക് എമിലിക്ക് നേരെ തിരിഞ്ഞു. എമിലി, നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സുമേരു റിങ്ങിന് എത്ര ആളുകളെ കൊണ്ടുപോകാൻ പറ്റും? മാർക്കിൻ്റെയും അങ്കിൾ ഗുവാൻ്റെയും എമിലിയുടെയും ഡിവൈൻ സെൻസുകൾ ആ സുമേരു റിങ്ങിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. അവർക്ക് 3 പേർക്കും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കൂട്ടായിട്ടും നിയന്ത്രിക്കാം. അങ്ങനെ അവർ നിയന്ത്രിക്കുന്ന ആ സുമേരു റിങ്ങിനകത്ത് എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് മാർക്കിൻ്റെ ചോദ്യം. സുമേരു റിങ്ങിലെ സുമേരു എനർജി ഉപയോഗിച്ച് ആ ആകാശത്തൂടെ ബഹിരാകാശത്ത് കടന്ന് അവിടെ നിന്ന് ശൂന്യതയിലൂടെ പർഗട്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഹോളി റിജിൽ നിന്ന് പർഗട്ടിലേക്ക് പോവാൻ ഒരുപാട് ഊർജം വേണ്ടിവരും. മാർക്ക് നേരത്തെ പർഗട്ടിൽ നിന്ന് ഹോളി റിജിലേക്ക് എത്തിയത് ജീന നൽകിയ സ്പിരിറ്റ് എസൻസ് വൻതോതിൽ ഉപയോഗിച്ചിട്ടാണ്. മാർക്ക്, നമുക്ക് ഒരു 2000-ഓളം ആളുകളെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. സുമേരു റിങ്ങിന്റെ വലിപ്പത്തെക്കുറിച്ച് ആ മറുപടി കേൾക്കുന്ന ആരും ഒന്ന് ഞെട്ടിപ്പോവും. 2000 പേരെന്നൊക്കെ പറയുമ്പോൾ 7-8 ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ കൊള്ളാവുന്ന അത്രയും ആളുകളുണ്ട്. ശരിക്കും അവരും അവരുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അത്രയും സ്ഥലം വേണ്ടി വരും എന്നർത്ഥം. അത്രയും സ്ഥലം ഇപ്പോൾ ആ സുമേരു റിങ്ങിനകത്തുണ്ട്. കണ്ടാൽ മാർക്കിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു വള അത്രയേ ഉള്ളൂ സുമേരു റിങ്. പക്ഷെ ആ സുമേരു റിങ്ങിന്റെ അകത്തേക്ക് ആളുകളെ വലിച്ചു കയറ്റി കഴിയുമ്പോൾ അതിനകം വളരെ വിശാലമാണ്. മാർക്കിനോട് എമിലി അത് പറഞ്ഞതും ഹാൻസ് പീറ്റർ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, നമുക്ക് തണ്ടർ കോർട്ട്യാർഡിലെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. തണ്ടർ കോർട്ട്യാർഡിലെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക സ്കൈ സിറ്റിയിലെ പ്ലാറ്റ്ഫോമാണ്. പക്ഷെ സ്കൈ സിറ്റിയിൽ മാർക്കിന് അറിയാമല്ലോ, അവിടെ ആ പ്ലാറ്റ്ഫോമുകൾക്ക് കാവലായിട്ട് ആ എലൈറ്റ് ടീമിൻ്റെ ആളുകളുണ്ടാവും. ഹാൻസ് പീറ്റർ ആ എലൈറ്റ് ടീം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഹോളി റീജിയനിലെ ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ആളുകളെയാണ്. അവർ മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളത് തണ്ടർ കോർട്ട്യാർഡിൻ്റെ ഇപ്പോഴത്തെ അധികാരികളും അതിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്ക് ഹാൻസ് പീറ്ററോട് ചോദിച്ചു, അല്ല പീറ്ററെ, തണ്ടർ കോർട്ട്യാർഡിൽ നമ്മൾ ചെന്നാൽ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അവർ നമ്മളെ അനുവദിച്ചില്ലെങ്കിലോ? മാർക്ക്, ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ തടുക്കാൻ അവരെന്തായാലും മടിക്കും. തണ്ടർ കോർട്ട്യാർഡിലെ ആളുകൾക്ക് എത്ര ദേഷ്യം മാർക്കിനോടുണ്ടെങ്കിലും മാർക്കുമായി ഒന്ന് ഏറ്റുമുട്ടാൻ ഇപ്പോൾ അവർ രണ്ടാമതൊന്ന് ആലോചിക്കും. അത് ഹാൻസ് പീറ്റർക്ക് പൂർണ്ണമായും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ സ്കൈ സിറ്റിയിൽ അതല്ല ചേഞ്ച്. അവിടെ ആ ക്യൂൻ കുടുംബത്തിൻ്റെ ജനറലുണ്ട്. അയാൾ ഒരു 6th ലെവൽ സെയിൻ്റ് ആണ്. അയാൾക്ക് മാർക്കിനെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അക്കാര്യം ഹാൻസ് പീറ്റർക്കും അറിയാം. ഇപ്പോൾ ആ ഹോളി റിജിലെ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ പലതും ഇല്ല എന്നാണ് സത്യം. നീ കുടുംബത്തെ പൂർണ്ണമായും പൊളിച്ചടിക്കിയത് ഇമോർട്ടൽ ക്രെയിനും ശ്രീറാമും ചേർന്നാണ്. നീ കുടുംബത്തിൻ്റെ അമൂല്യമായ ഒരു ആർട്ടിഫാക്റ്റാണ് നീ ടെമ്പിൾ, ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ആ കുടുംബത്തിൻ്റെ മുഴുവൻ സത്തയും ശക്തിയും ലയിച്ച് ചേർത്തിരുന്നതാണ്. അതിപ്പോൾ ഇമോർട്ടൽ ക്രെയിൻ്റെ കൈവശമാണ്. അതൊരു വല്ലാത്ത ആയുധമാണ്. രണ്ടാമത്തെ കുടുംബം ഗൂ കുടുംബമാണ്. ഗൂ കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കിയത് ഇമോർട്ടൽ ക്രെയിനും ശ്രീറാമും ചേർന്നിട്ടാണ്. ഇപ്പോൾ ഗൂ കുടുംബം ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. മൂന്നാമത്തത് യാവോ കുടുംബമാണ്. യാവോ കുടുംബത്തെ ആ ഹോളി റിജിൽ നിന്ന് തുടച്ചു മാറ്റിയത് മാർക്ക് ഫെല്ലർ തന്നെയാണ്. നാലാമതായി അവിടെ ഇല്ലാതായത് ജി കുടുംബമാണ്. ആ ജി കുടുംബത്തെ തുടച്ചു മാറ്റിയത് മാർക്ക് ഫെല്ലറാണ്. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ഭാഗമായിട്ട് ആരും ജി കുടുംബത്തെ കാണാറില്ലെങ്കിലും അവരെ പോലെ തന്നെ ശക്തരായിരുന്നു ജി കുടുംബം. ആ ജി കുടുംബം മന്ത്രവാദത്തിൻ്റെ അവസാന വാക്കുകളായിരുന്നു. ആ ജി കുടുംബമാണ് യഥാർത്ഥത്തിൽ ആ സ്കൈ സിറ്റിയിൽ റോയൽ കുടുംബത്തെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ഭക്തി ബഹുമാനത്തോട് മാത്രമേ ബാക്കിയുള്ള കുടുംബങ്ങൾ ഇടപെട്ടിരുന്നുള്ളൂ. ആ കുടുംബത്തെയാണ് മാർക്ക് ഫെല്ലർ തുടച്ചു മാറ്റിയത്. അഞ്ചാമതായി ഏതാണ്ട് പൊളിഞ്ഞ കുടുംബം എന്ന് പറയുന്നത് ഷൈൻ്റെ ഷീ കുടുംബമാണ്. മോൺസ്റ്റർ റൈസും ഗോസ്റ്റ് റൈസും ഡീമൺ റൈസും ചേർന്ന്
ആ ഹോളി റീജിയനിൽ ഷൈൻ ബ്രേക്ക് ത്രൂ നടത്തിയ സമയത്ത് നടത്തിയ ആ അറ്റാക്കിൽ ഷീ കുടുംബം ഏതാണ്ട് പൊളിച്ചടുക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സകല ബിൽഡിങ്ങുകളും അന്ന് മണ്ണായി മാറിയിരുന്നു. ബിൽഡിങ്ങുകൾ മാത്രമല്ല, ആ ബിൽഡിങ്ങുകളിൽ ഉണ്ടായിരുന്ന ആളുകളും അന്ന് തന്നെ കൊല്ലപ്പെട്ടു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് അതിശക്തരാണെന്ന് പറയാം. അധികം പരിക്കുകളില്ലാത്ത കുടുംബങ്ങൾ ജിയാങ് കുടുംബവും മറ്റു ചില കുടുംബങ്ങളൊക്കെയാണ്. ജിയാങ് കുടുംബവും ക്യൂൻ കുടുംബമൊക്കെയാണ്. ബ്ലാക്ക് കുടുംബത്തിനും പരിക്കുണ്ട്. ബ്ലാക്ക് കുടുംബത്തിനും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം മറ്റുള്ള ആരെക്കാളും വലുതാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സർവശക്തനായ ടിയാൻ ഫെങ് ബ്ലാക്കിനെയാണ്. ടിയാൻ ഫെങ് ബ്ലാക്ക് ഒരു ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവും 6th ലെവലിലേക്ക് കടന്ന സെയിന്റുമാണ്. 6th ലെവലിലേക്ക് ആ ഹോളി റീജിയനിൽ നിന്ന് കടന്ന ആളുകൾ വളരെ വളരെ ചുരുക്കമാണ്. അതിലൊരാളായിരുന്നു ടിയാൻ ഫെങ്. അയാൾ അതിശക്തനായിരുന്നു. ആ ടിയാൻ ഫെങ്ങിന് സാധാരണഗതിയിൽ അയാൾക്ക് നേരെ വരുന്ന ഏത് അറ്റാക്കും തിരിച്ചറിയാൻ പറ്റും. പക്ഷെ എന്നിട്ടും ഡീമൺ റേസുകാർ ഒരുക്കിയ കെണിയിൽ അയാൾ പെട്ടുപോവുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഗു കുടുംബം ഡീമൺ റേസുകാർ അറ്റാക്ക് ചെയ്ത അതേ ദിവസമാണ് ടിയാൻ ഫെങ്ങും ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ബ്ലാക്ക് കുടുംബം യഥാർത്ഥത്തിൽ ഗു കുടുംബത്തിലേക്ക് ഓടിയെത്താതിരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഡീമൺ റേസുകാർ ആ ടിയാൻ ഫെങ് ബ്ലാക്കിനെ അവസാനിപ്പിച്ചത്. ആ കഥ ഇപ്പോഴും പലരും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. ഒരു സെയിന്റിനെ സാധാരണഗതിയിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സെയിന്റിനെ തുടരണമെങ്കിൽ മറുഭാഗത്തും സെയിന്റ് ഉണ്ടാകണം. ഡീമൺ റേസിൽ സെയിന്റ് ലെവലിലേക്ക് കടന്നിരിക്കുന്നത് ഇമോർട്ടൽ ക്രെയിൻ ആണ്. ഇമോർട്ടൽ ക്രെയിൻ ആ ദിവസം ഗു കുടുംബത്തെ ആക്രമിച്ച ആ ടീമിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. എന്നാൽ അതേ സമയത്ത് സമാന്തരമായി നടന്ന അറ്റാക്കിലാണ് ഈ ടിയാൻ ഫെങ് ബ്ലാക്ക് കൊല്ലപ്പെട്ടത്. അവിടെ ആ അറ്റാക്കിന് ആരാണ് നേതൃത്വം കൊടുത്തത്? ഇതുവരെ അതിൻ്റെ ഉത്തരം ആരും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും ഇപ്പോഴും ആ വിഷയം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ സെലക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജീന സെലക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞതും തണ്ടർ കോർട്ട്യാർഡിലെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമും സുമേരു റിംഗ് ഉപയോഗിച്ച് ആ സെലക്ട് ചെയ്യപ്പെട്ട ടീമിനെ 200 അംഗങ്ങൾ വീതമുള്ള ടീമുകളാക്കി തിരിച്ച് ഹോളി റീജിയന്റെ ആ ഹുനാൻ മൗണ്ടിൽ നിന്നും തണ്ടർ കോർട്ട്യാർഡിൽ നിന്നും സോളിറ്ററി ക്ലൗഡ് സിറ്റി ഉൾക്കൊള്ളുന്ന പറഗേറ്റിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തു തുടങ്ങി. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് സമീപത്ത് സോളിറ്ററി ഷാഡോ സിറ്റിയിലേക്കാണ് യഥാർത്ഥത്തിൽ ആ ടീം എത്തിയത്. അവിടെ ആദ്യം എത്തിയ ടീം ബാക്കിയുള്ളവർക്ക് വേണ്ടി അവിടെ ഒരു താവളം ഒരുക്കുമ്പോഴേക്കും പതുക്കെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. മാർക്കിന്റെ ആ ഹുനാൻ മൗണ്ടനിൽ ഉണ്ടായിരുന്ന എൻ്റെ ടീമിനെയും ഏതാണ്ട് സോളിറ്ററി ഷാഡോ സിറ്റിയിലേക്ക് പറിച്ച് നട്ടു എന്ന് പറയാം. അവിടെ എത്തിയതും എമിലി ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനപ്പോ താൽക്കാലികമായി നിന്നോട് വിട പറയുകയാണ്. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് എമിലിയെ ചേർത്ത് പിടിച്ച് അവരുടെ ചുണ്ടിൽ ഗാഠമായി ചുംബിച്ചു. എമിലിക്ക് സോളിറ്ററി കൾട്ടിവേഷന്റെ ആവശ്യകത മാർക്കിന് അറിയാം. അവൾക്ക് 5th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തേ പറ്റൂ. എപ്പോൾ വേണമെങ്കിലും മോൺസ്റ്റർ റേസുകാരും ഗോസ്റ്റ് റേസുകാരും ഡീമൺ റേസുകാരും അവരുടെ പരിക്കുകൾ ഭേദമായി തിരിച്ച് അറ്റാക്കിന് റെഡിയാകും. അവർ റെഡിയാകുന്നതിന് മുമ്പ് ഇവരൊക്കെ കൂടുതൽ ശക്തി തേടണം. എമിലി ബ്ലാക്ക് മാർക്കിനോട് യാത്ര പറഞ്ഞിട്ട് ആ പർഗേറ്ററി തന്നെയുള്ള ഒരു സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. എമിലി പോയി കഴിഞ്ഞതും മാർക്ക് ജീനയുടെ അടുത്തേക്ക് വന്നു. ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞ ആ ഫ്ലെയിമിംഗ് മൗണ്ടൻ ശരിക്കും അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. മാർക്ക് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫ്ലെയിമിംഗ് മൗണ്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ആ മൗണ്ടൻ എപ്പോഴും തീജ്വാലകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ആ തീജ്വാലയുള്ള സ്ഥലത്തേക്കാണ് മാർക്കും കൂട്ടരും പോകാൻ പോകുന്നത്. 200 പേര് വീതമുള്ള ബാച്ചുകളാണ് മാർക്കിനൊപ്പം ഉള്ളത്. അങ്ങനെയുള്ള 10 ബാച്ചാണ് പർഗേറ്ററിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കടക്കുന്നത്. ഇത്രയും ആളുകളുമായിട്ട് മാർക്ക് ഫെല്ലർ ആദ്യമായിട്ടാണ് പർഗേറ്ററിക്ക് അകത്തേക്ക് കടക്കുന്നത്. മാർക്ക് ജൂം ഒന്നിച്ച് പലപ്പോഴും പർഗേറ്ററി കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് മാർക്കിന്റെ പോക്ക്. ഇപ്പോൾ ഇതാ മാർക്ക് സർവശക്തമായ ഒരു സേനയുമായി പർഗേറ്ററിയിലെ 6th ലെവലിലെത്തി. ഇപ്പോൾ മാർക്കിനെ 1st ലെവലിൽ നിന്ന് 6th ലെവലിലെത്താൻ നിമിഷ നേരം കൊണ്ട് പറ്റും. ആ 10 ടീമും അവിടെ എത്തിയതും മാർക്ക് ആ ടീമുകളോട് പറഞ്ഞു, ഇവിടുന്ന് 7th ലെവലിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. നമ്മൾ ആ വഴി കൂടെ പോകുന്നതിന് പകരം ഇവിടുന്ന് വലത്തേക്കാണ് തിരിയുന്നത്. വലത്തേക്ക് തിരിഞ്ഞാൽ
അധികം കഴിയും മുമ്പ് നമുക്ക് ഫ്ലെയിമിംഗ് മൗണ്ടനിലെത്താം. അവിടെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഫ്ലെയിമിംഗ് മൗണ്ടനിലെ ആ ഫ്ലെയിംസിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് അവിടേക്ക് ചെല്ലാൻ ആളുകളെ തടുക്കുന്നത്. ആ കാര്യം ജീന പറഞ്ഞ് മാർക്കിന് അറിയാം. ആ രഹസ്യം ഉറപ്പായും മോൺസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യവും മാർക്കിനും ജീനയ്ക്കും അറിയാം. ജീന ആ കാര്യങ്ങളൊക്കെ മാർക്കിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മുന്നിൽ പോകുന്നത് ഗു കുടുംബത്തിലെ 200 പേരുടെ ഒരു ടീമാണ്. ആ ടീമിനെ നയിക്കുന്നത് ഗു വാനിലയാണ്. അവരായിരുന്നല്ലോ നേരത്തെ ഗൂനിങ്ങിന്റെ ബോഡി ഗാർഡ്. ആ ടീമിന്റെ തൊട്ടു പുറകിലായി 2 ടീം, അതിന്റെ പുറകിലായി 4 ടീം. ആ ശൈലിയിലാണ് ആ പട ആ ഫ്ലെയിമിംഗ് മൗണ്ടൻ ലക്ഷ്യമാക്കി മൂവ് ചെയ്യുന്നത്. മാർക്ക് ഫെല്ലർ ആ മൂവ് ചെയ്യുന്ന സേനയുടെ നേരെ മുകളിലുണ്ട്. മാർക്ക് വായുവിലൂടെ അങ്ങനെ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുകയാണ്. 6th ലെവൽ പറഗട്രിയിൽ രാവിലെ എത്തിയ ആ ടീം ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെയായി തീ പിടിക്കുന്ന ഒരു മല കണ്ടു തുടങ്ങി. ആ മല കണ്ടു തുടങ്ങിയ നിമിഷം മുതൽ ഒരു അസ്വസ്ഥതയും സകലർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രഷർ ആ മലയുടെ ഭാഗത്ത് നിന്ന് സകല ഭാഗത്തേക്കും വ്യാപിക്കുന്നതിൻ്റെതായ ഒരു അസ്വസ്ഥതയാണ് അവർക്ക് ഫീൽ ചെയ്തത്. മുന്നിൽ നടക്കുന്ന ഗു വാനില അവരുടെ ടീമുമായി മുന്നോട്ട് അങ്ങനെ കുതിക്കുകയാണ്. അവര് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതും ആ മലയുടെ തൊട്ട് സമീപം എത്തിയെന്ന് പറയാം. മലയ്ക്കും ഇപ്പോൾ ഗൂനിങ്ങിന്റെ ടീമിനും ഇടയിൽ വിശാലമായ ഒരു സമതലമുണ്ട്. അവിടെ മരങ്ങളില്ല, എന്നാൽ ചെടികൾ പടർന്നു പിടിച്ച് കിടപ്പുണ്ട്. ആ ചെടികൾക്കൊക്കെ ഒരു വിഷാദഭാവം ഉള്ളതുപോലെ ഒരു തോന്നൽ ആ ചെടികളിലേക്ക് നോക്കിയ ഗു വാനിലേക്ക് തോന്നുകയും ചെയ്തു. അതെന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി വാനിലി ടീമും ആ ചെടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ മല ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവരുടെ തൊട്ടു പുറകിലുള്ള ആ 2 ടീമും ഇരുഭാഗവും വീക്ഷിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ പുറകിലായി 800 പേരുടെ 200 പേര് വീതമുള്ള 4 ടീമുണ്ട്. അവരും ഇരുവശവും മോണിറ്റർ ചെയ്യുകയും മുൻഭാഗം നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ടീം മുന്നോട്ട് പോയപ്പോൾ ആ സമതലത്തിനും മലയ്ക്കും ഇടയിൽ ഏകദേശം ഒരു 100 മീറ്റർ ആയപ്പോൾ ഗൂനിയൻ ടീമും പെട്ടെന്നങ്ങ് നിൽക്കുകയാണ്. അവർ നിന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിലുള്ള സേനയെ അതുപോലെ സ്റ്റോപ്പായി. മുകളിലുള്ള മാർക്ക് ഫെല്ലർ സേന നിന്നത് കണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ആ സമതലത്തിൽ നിന്ന് മിന്നാമിനുങ്ങുകൾ പോലെ പ്രകാശം മുകളിലേക്ക് ഉയരുന്ന രസകരമായ ഒരു കാഴ്ച കണ്ടു. 1-2 മിന്നാമിനുങ്ങളല്ല, എണ്ണാൻ പറ്റാത്ത അത്രയും മിന്നാമിനുകൾ ആ സമതലത്തിൽ എമ്പാട് നിന്നും പതുക്കെ മുകളിലേക്ക് പറന്നു വന്നു. ഗു വാനിലയും കൂട്ടരെയും വളഞ്ഞ ആ കുഞ്ഞു പ്രകാശം പെട്ടെന്ന് അങ്ങ് വളർന്നു തുടങ്ങി. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ആ പ്രകാശത്തിന്റെ ശക്തിയും വലിപ്പമൊക്കെ വർദ്ധിക്കുകയാണ്. പെട്ടെന്നാണ് അതെല്ലാം മോൺസ്റ്റേഴ്സായി അങ്ങ് മാറുന്നത്. കണ്ടാൽ തന്നെ ഭയന്നു പോകുന്ന വലിപ്പമുള്ള കൂറ്റൻ മോൺസ്റ്ററുകൾ ആകാശത്തും ചുറ്റുമായി ഗു വാനിലയും ടീമിനെ അങ്ങ് വളഞ്ഞൊന്നു മാത്രമല്ല, വളഞ്ഞ ആ നിമിഷത്തിൽ അവർ തീ തുപ്പുകയും ചെയ്തു. അവര് വാ തുറക്കുമ്പോൾ തീ പുറത്തേക്ക് വരികയാണ്, കൈ അനയ്ക്കാനും തീ വരികയാണ്, അവർ ചലിച്ചാലും തീ വരികയാണ്. എന്തുകൊണ്ടാണ് ആ മൗണ്ടനെ ഫ്ലെയിമിംഗ് മൗണ്ടൻ എന്ന് വിളിക്കുന്നതെന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. അവിടെയുള്ള സകല മോൺസ്റ്റേഴ്സിനും തീ ജ്വലിപ്പിക്കാൻ പറ്റും. അവരുടെ ബോഡിയുടെ ഏത് ഭാഗത്തുകൂടിയും അവർക്ക് തീ കൊണ്ടുവരാൻ പറ്റും. ആ തീ പെട്ടെന്ന് ആ ഗു വാനിലി ടീമിനെയും അങ്ങനെ വിഴുങ്ങുന്നു തോന്നിയതും വാനില അവളുടെ കൈയൊന്നനക്കി. അവൾ മാത്രമല്ല, അവൾക്കൊപ്പമുള്ള മുഴുവൻ ടീമും. ശരിക്കും അവരുടെ കൈ അങ്ങനെ അനങ്ങുമ്പോൾ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്തു തുടങ്ങി. അവര് ജലദേവതയുടെ ആളുകളാണ്. ജലദേവതയെ ഉപാസിക്കുന്ന അവരുടെ പ്രധാന ടെക്നിക്ക് തന്നെ ഹാർട്ട് ഓഫ് ഓഷ്യനാണ്. വെള്ളമാണ് അവരുടെ പ്രധാന സംരക്ഷണ വസ്തു. അവരുടെ ബോഡിയിൽ നിന്ന് അവിശ്വസനീയമായ വേഗതയിൽ വെള്ളം അവർക്ക് നേരെ പാഞ്ഞു വരുന്ന തീയിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ്. ഈ ഗു വാനിലെ സംഘത്തെയും ഏതാണ്ട് പൂർണ്ണമായും വിഴുങ്ങുന്ന ശൈലിയിലേക്ക് ആ തീ എത്തിയപ്പോൾ ആ മുഴുവൻ തീയിലേക്കും ആ വെള്ളം അങ്ങനെ ഇരച്ചു കയറി. ആ വെള്ളവും തീയും തമ്മിൽ ഒരു കടുത്ത ഫൈറ്റ്. പുറകിൽ ഈ സമയത്ത് ഈ കാഴ്ച ആ 800 പേരടങ്ങിയ സേന കാണുന്നുണ്ട്. മുൻപിൽ തീയും വെള്ളവും തമ്മിലുള്ള ആ ഏറ്റുമുട്ടൽ അമ്പരപ്പോടെ ആ ടീം കാണുമ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രൊട്ടക്ഷനെ മറികടക്കാനുള്ള ഒരു പവർ ആ ഫ്ലെയിമുകൾ നേടുന്നത് പോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. മാർക്ക് കൗതുകത്തോടെ ആകാശത്ത് നിന്ന് താഴേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ ഫ്ലെയിമുകളുടെ ശക്തി വർദ്ധിക്കുകയാണ്.
മാർക്ക് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ തറയിൽ നിന്ന് പുതുതായി ഫ്ലെയിമുകൾ പൊട്ടിവിടരുകയാണ്. ശരിക്കും വൻ വേഗതയിൽ തീജ്വാല ഗൂ ഫാമിലിയിലെ ആ സേനാംഗങ്ങൾക്ക് ചുറ്റുമായി അങ്ങനെ പൂക്കുറ്റി മുകളിലേക്ക് ഉയരുമ്പോലെ കുതിച്ചുയരുകയാണ്. അത് അവിടെ ആ ടീമിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഫ്ലെയിമുകൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ്. ശരിക്കും ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. അതിശക്തമായി തീ ചുറ്റും അങ്ങനെ പൂക്കുറ്റികൾ പോലെ പൊട്ടിവിടർന്ന് ആ തീജ്വാലയുടെ ഭാഗമായതും ഗൂ വാനലി സംഘവും ഏതാണ്ട് ഡിഫൻസിലായതുപോലെയായി. ആ കാഴ്ച കണ്ടതും മാർക്ക് ഫെല്ലർ തൻ്റെ കയ്യിലെ ആ സോഡ് ഒന്ന് വലിച്ചുരുട്ട് താഴേക്ക് ഒരൊറ്റ കുതിപ്പ്. ഗൂ വാനിലേക്ക് മുന്നിലേക്ക് പാഞ്ഞിറങ്ങിയ മാർക്ക് ഫെല്ലർ ആ ഈവിൾ സോഡ് തറയിലേക്ക് ആഞ്ഞൊന്ന് കുത്തി. മാർക്ക് ആ വാള് തറയിലേക്ക് കുത്തിയതും ആ തറയിൽ ആ വാള് കുത്തിയ ഭാഗത്തുനിന്ന് ഒരു പ്രകമ്പനമുണ്ടായി. തരംഗങ്ങൾ സകല സ്ഥലത്തേക്കും വ്യാപിക്കുകയാണ്. ആ വ്യാപിക്കുന്ന തരംഗങ്ങളുടെ മുകളിൽ മാർക്കിന് വ്യക്തമായ നിയന്ത്രണമുണ്ട്. ഗൂ കുടുംബത്തിന്റെ ആ 200 പേരെയും ബാധിക്കാത്ത ശൈലിയിൽ ആ തരംഗങ്ങളെ നിയന്ത്രിക്കാൻ മാർക്കിന് വല്ലാത്തൊരു ബിരുദമുണ്ട്. മാർക്കിന്റെ മനസ്സ് തീരുമാനിക്കുന്നതേ ആ തരംഗങ്ങൾ ചെയ്യുമെന്നർത്ഥം. ആ തരംഗങ്ങൾ പെട്ടെന്ന് ആ ഗൂ ഫാമിലിക്ക് ചുറ്റും അങ്ങനെ വ്യാപിച്ചതും ഈ മോൺസ്റ്റേഴ്സിന്റെ പുറത്തേക്ക് ആ തരംഗങ്ങൾ വന്നിടിച്ചു. ഏതാനും സെക്കൻഡുകൾ അത്രേ വേണ്ടി വന്നുള്ളൂ. ആ എൻറ്റയർ മോൺസ്റ്റേഴ്സും ചിതറി. ഏകദേശം ഒരു 10-400 മോൺസ്റ്റേഴ്സ് ആ ഒറ്റ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയാം. അത് കണ്ടതും വാനില മാർക്കിനോട് പറഞ്ഞു, മാർക്ക് താങ്ക് യു. വാനില, നിന്റെ അറ്റാക്കിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം, എന്നാലേ ഇവന്മാരെയൊക്കെ നേരിടാൻ പറ്റൂ. വാനിലയ്ക്കും കൂട്ടർക്കുമുള്ള പ്രത്യേകത അവരുടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ആ വെള്ളമാണ്. ആ വെള്ളത്തിന് 2 കപ്പാസിറ്റി ഉണ്ട്. ഒന്ന് ഡിഫൻസും മറ്റൊന്ന് ഹീലിങ്ങും. അവര് കഴുത്തറുത്ത് കൊല്ലപ്പെട്ടില്ല എങ്കിൽ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഏത് പരിക്കിനെയും നിമിഷ നേരം കൊണ്ട് ഭേദമാക്കാൻ അവരുടെ ഉള്ളിലെ ആ ഹാർട്ട് ഓഫ് ഓഷന് പറ്റും. ആ ഹാർട്ട് ഓഫ് ഓഷന്റെ ശക്തി അത്രയേറെ അപാരമാണ്. ആ ഒരു കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഗൂൻ നിങ്ങിന്റെ ആ ശിഷ്യയും അവളുടെ ആ കൂടെയുള്ള ആളുകളും യഥാർത്ഥത്തിൽ ആ ഡീമനുകളെ നേരിടാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ശക്തിയുള്ള ഡീമനുകളാണ് യഥാർത്ഥത്തിൽ അവരെ അറ്റാക്ക് ചെയ്തത്. ആ കാര്യത്തെക്കുറിച്ച് വാനിലയും മാർക്കും സംസാരിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് ആ മലയുടെ ഭാഗത്തുനിന്ന് ടൺ കണക്കിനെന്ന് വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഡീമനുകൾ അവർക്ക് നേരെ പാഞ്ഞു വന്നു തുടങ്ങി. കൂറ്റൻ മോൺസ്റ്റേഴ്സ് ആണ്, ഡീമൻ മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. സകലതിന്റെ പുറത്തും തീയാണ്. ആയിരക്കണക്കിന് മോൺസ്റ്റേഴ്സ് ആ തീയുമായി മുന്നോട്ട് പാഞ്ഞു വരുമ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ തന്നെ അല്പം സമയമെടുക്കും. ചുറ്റും തീ മാത്രമേ കാണാൻ പറ്റൂ. അതിശക്തമായി ആ തീജ്വാലകളുമായി ഒരു കൂട്ടം മോൺസ്റ്റേഴ്സ് പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ തന്റെ വാളിൽ ഒരിക്കൽ കൂടി ഒന്ന് പിടിച്ചു. തറയിൽ കുത്തിയിരുന്ന ആ വാള് മാർക്ക് വലിച്ചെടുത്തു. വാള് വലിച്ചെടുത്ത മാർക്ക് ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് ആ പാഞ്ഞു വരുന്ന മോൺസ്റ്റേഴ്സിനെ ഒന്ന് നോക്കി. മാർക്കിന് വേണമെങ്കിൽ വീണ്ടും ആ വാള് വീശി ആ മോൺസ്റ്റേഴ്സിനെ വകവരുത്താം. അത് വേണമോ, കൂടെയുള്ള ആളുകളുടെ ശക്തി പരീക്ഷിക്കണമോ? ആ ഒരു ചിന്തയാണ് ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിലേക്ക് വന്നത്. ആ ഒരു ചിന്ത മാർക്കിന്റെ ഉള്ളിലേക്ക് വന്നതും മാർക്ക് തിരിഞ്ഞ് പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്ററെ നോക്കി. ഹാൻസ് പീറ്ററും അവർക്ക് നേരെ പാഞ്ഞു വരുന്ന ആ മല കാണുന്നുണ്ട്. ശരിക്കും ആ മലയിൽ നിന്ന് തീ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഒരു മല തന്നെ അവിടെ മുന്നിലേക്ക് വരികയാണെന്ന് ആ തീ കാണുന്ന ആർക്കും തോന്നും. ആയിരക്കണക്കിന് മോൺസ്റ്റേഴ്സ് ആണ് ആ തീയുമായി അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഫ്ലെയിമിംഗ് മൗണ്ടൻ എന്ന പേര് അനർത്ഥമാക്കുന്ന ശൈലിയിൽ ആ മല തന്നെ മുന്നോട്ട് വരും പോലെയാണ് അത് കാണുന്ന ആർക്കും തോന്നുക. ജ്വലിക്കുന്ന ആ മലയിൽ നിന്ന് തീയുമായി ആയിരക്കണക്കിന് മോൺസ്റ്റേഴ്സ് അവർക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ഹാൻസ് പീറ്റർ അദ്ദേഹത്തിന്റെ ടീമിന് നേരെ തിരിഞ്ഞ് അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. Get into the position and attack. ഹാൻസ് പീറ്റർ എന്ന ആ പീക്ക് മാസ്റ്ററുടെ ആ ഡയലോഗ് കേട്ട നിമിഷത്തിൽ അദ്ദേഹം നിയന്ത്രിക്കുന്ന ആ 4 ടീമുകളും പെട്ടെന്ന് ഒരു കോമ്പിനേഷനായി മാറി. ശരിക്കും ഒരു പരുന്തിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു കോമ്പിനേഷനായിട്ട് ആ 800 അംഗങ്ങൾ മാറി എന്ന് പറയാം. ഏറ്റവും മുന്നിൽ ഹാൻസ് പീറ്ററാണ്. അദ്ദേഹത്തിന്റെ ഇരുഭാഗത്തുമായി 2 പേർ. അതങ്ങനെ വലുതായി വന്ന് ചിറക് രൂപത്തിൽ വന്ന് കാലുമായി മാറിയിരിക്കുന്ന ഒരു രീതി. മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയാൽ മാർക്കിന് താഴേക്ക് നോക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ മാർക്കിന് ആ കാഴ്ച കാണാം. ഒരു കൂറ്റൻ പരുന്ത് അവിടെ തറയിൽ എങ്ങനെ രൂപം കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോന്നിയതും മാർക്ക് പെട്ടെന്ന് മുകളിലേക്ക് കുതിച്ചു. മാർക്കിന് ഇപ്പോൾ ആ കാഴ്ച വിസിബിളാണ്. ഒരു കൂറ്റൻ പരുന്ത് ഇതാ താഴെ ആ സമതലത്തിലുണ്ട്. ആ പരുന്തിന് നേരെയാണ് ആ ഫ്ലെയിമിംഗ് മൗണ്ടനിൽ നിന്ന്
മോൺസ്റ്ററുകൾ പാഞ്ഞു വരുന്നത്. ആ ഫ്ലേമിംഗ് മൗണ്ടനിൽ നിന്ന് പാഞ്ഞു വരുന്ന ആ മോൺസ്റ്റേഴ്സിന്റെ വേഗതയെ കവച്ചു വെക്കുന്ന വേഗത പെട്ടെന്ന് ആ പരുന്തിനുണ്ടായി. ആ എൻറ്റയർ ടീമും ഒന്നിച്ച് മൂവ് ചെയ്തപ്പോൾ ഒരു കൂറ്റൻ പരുന്ത് തറയിലൂടെ അതിവേഗം മുന്നോട്ട് പായുന്ന ഒരു ഫീലാണ് മുകളിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ ഗു കുടുംബം വശങ്ങളിലേക്ക് പിന്മാറിക്കഴിഞ്ഞു. അവർ വശങ്ങളിലേക്ക് പിന്മാറിയതും അവരുടെ നടുവിലൂടെ ആ കൂറ്റൻ പരുന്ത് മുന്നോട്ട് കുതിക്കുകയാണ്. അതിശക്തമായ ഒരു കൂറ്റൻ പ്ലെയിൻ തറയിൽക്കൂടി റൺവേയിലൂടെ അതിവേഗം പായുന്ന ആ ഒരു കാഴ്ച മുകളിൽ നിന്ന് നമ്മൾ കണ്ടാൽ എങ്ങനെ തോന്നുമോ അതുപോലെ ചിറകുകളുമായി ആ കൂറ്റൻ പരുന്ത് മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് നേരെ എതിർഭാഗത്തു നിന്ന് ആ തീജ്വാലകൾ ആ പരുന്തിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. പരുന്തിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ആ തീജ്വാലയിലേക്കാണ് ഹാൻസ് പീറ്ററും ടീമും ഇടിച്ചു കയറുന്നത്. മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. മാർക്കിന്റെ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ആൻഡ് മൂൺ എന്ന ആ കോർഡിനേഷൻ സംവിധാനത്തെ അതിമനോഹരമായി കമ്പൈൻ ചെയ്തുകൊണ്ട് ഹാൻസ് പീറ്റർ ഒരു അമ്പരപ്പിക്കുന്ന അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. ആ അറ്റാക്കിന്റെ അൺബിലീവബിൾ ശക്തി മാർക്ക് ആകാശത്ത് നിന്ന് ലൈവായി കണ്ടു. ആ അറ്റാക്കിൽ അവിടേക്ക് പാഞ്ഞു വന്ന ആ മോൺസ്റ്റർ ടീം ഏതാണ്ട് നാമാവശേഷ എന്ന് പറയാം. ഇതിനിടയിൽ ഹാൻസ് പീറ്ററിന്റെ ടീമിനും പരിക്കുകൾ പറ്റുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെടുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അവരുടെ വിഷയമേ അല്ല. അവരൊറ്റ ചിന്തയിൽ, ഒറ്റ കോർഡിനേഷനിൽ, ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ആ അറ്റാക്ക് കേന്ദ്രീകരിച്ചതും ആ മോൺസ്റ്റർ റേസ് ഏതാണ്ട് തകർന്ന തരിപ്പണമായി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ആ ടീമിനുണ്ടായതിനേക്കാൾ വൻ നഷ്ടം അവരെ എതിരിട്ട ആ മോൺസ്റ്റർ ടീമിനുണ്ടായി. ആ എൻഷ്യർ ടീമും തകർന്ന തരിപ്പണമായതും മാർക്ക് ഫെല്ലർ താഴെ ഇറങ്ങി. മാർക്ക് ഹാൻസ് പീറ്ററുടെ അടുത്ത് വന്നു. മാർക്ക് മാത്രമല്ല, മാർക്ക് ഹാൻസ് പീറ്ററുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന സഷൽ ഗു വാനിലയും ഓടി ഹാൻസ് പീറ്ററുടെ അടുത്തെത്തി. വാനയുടെ മുഖത്ത് അവരുടെ സന്തോഷം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ ഓടിയെത്തിയ വാനില ഹാൻസ് പീറ്ററോട് പറഞ്ഞു, ബിഗ് മാസ്റ്റർ, ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്നെ തെല്ലുന്നുമല്ല ഇത് അമ്പരപ്പിച്ചത്. അവളുടെ കണ്ണുകൾ കൊണ്ട് വളരെ അടുത്ത് നിന്ന് ആ കാഴ്ച കണ്ടതാണ്. തീയുമായി എത്തിയ ആ എൻറ്റയർ മോൺസ്റ്റേഴ്സിനെയും ആ പരുന്ത് തിന്നു തീർക്കുന്ന കാഴ്ച. പരുന്തിന്റെ കൈയും കാലും ഒക്കെ ചലിക്കുമ്പോൾ എതിരാളികൾ ചിതറിത്തെറിക്കുന്ന കാഴ്ച വളരെ അടുത്ത് ക്ലോസപ്പിലാണ് ഗു വാനില കണ്ടത്. ആ കാഴ്ച കണ്ടതിന്റെ സന്തോഷം അവളുടെ കണ്ണുകളിൽ അങ്ങനെ തന്നെ തെളിഞ്ഞു നിൽക്കുകയാണ്. അവൾ വളരെ ആവശ്യത്തോടെ ഹാൻസ് പീറ്ററോട് അക്കാര്യം സംസാരിച്ചതും ഹാൻസ് വാനിലോട് പറഞ്ഞു, ഹേയ് വാനില, നീയും ഈ നമ്മുടെ അറ്റാക്കിന്റെ ഭാഗമാകണം, എങ്കിലേ പഠിക്കാൻ പറ്റും. മാർക്ക് വല്ലാത്തൊരു അഭിമാനത്തോടുകൂടി ഹാൻസ് പീറ്റർ തന്നെ നോക്കി നിൽക്കുകയാണ്. മാർക്കിന് വേണമെങ്കിൽ ആ മോൺസ്റ്റർ റൈസിന്റെ അറ്റാക്കിനെ തടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ മാർക്ക് വളർത്തിയെടുക്കുന്ന ആ ഹ്യൂമൻ റേസ് വാച്ചിന് പിടിച്ചു നിൽക്കാൻ മാർക്കിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇതാ മാർക്ക് ഇടപെടാതെ ഹാൻസ് പീറ്ററും ടീമും അതീവ ഭംഗിയായി അവരെ അറ്റാക്ക് ചെയ്ത ആ ആളുകളെ അവസാനിപ്പിച്ചു എന്ന് പറയാം. ആളുകൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ മോൺസ്റ്റേഴ്സ് ആണ്. ആ മോൺസ്റ്റേഴ്സിനെ കൂട്ടായിട്ട് ആക്രമിച്ച് പരാജയപ്പെടുത്തിയതിന്റെ ഒരു സന്തോഷം ഹാൻസ് പീറ്റർക്കും സംഘത്തിനുമുണ്ട്. അവരുടെ തൊട്ടുപുറകിൽ വേറെയും ഒരു ടീമുണ്ട്. അടുത്ത അറ്റാക്ക് അവരാണ് നയിക്കേണ്ടത്. ആ കാര്യം അറിയാവുന്ന ഹാൻസ് പീറ്റർക്കൊപ്പമുള്ള ടീം ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറിയതും പുറകിലുള്ള ടീം മുകളിലേക്ക് കയറി. ശരിക്കും അതും ഒരു കോർഡിനേഷൻ വർക്കാണ്. മാർക്ക് അതും കൗതുകത്തോടെ കാണുകയാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും അവിടെ വേണ്ട എന്നതാണ് സത്യം. രണ്ടാമത്തെ ടീം മുന്നിലേക്ക് കയറുമ്പോഴേക്കും മലയിൽ നിന്ന് വീണ്ടും ആ മോൺസ്റ്റേഴ്സ് താഴേക്ക് കുതിച്ചു കഴിഞ്ഞു. ശരിക്കും അവന്മാരെ ഒരു വട്ടായതുപോലെയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുതിച്ചു വരിക, താഴെ നിൽക്കുന്ന ടീമുകളെ അടികൂടുക, കൊല്ലപ്പെടുക. വീണ്ടും അവർ സംഘടിക്കുന്നു, ബാക്കിയുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുന്നു, താഴേക്ക് പാഞ്ഞു വരുന്നു. ആ പ്രക്രിയയുമായിട്ടാണ് അവർ വീണ്ടും എത്തിയത്. ഇപ്രാവശ്യം ഹാൻസ് പീറ്ററുടെ സംഘം പരുന്തായിട്ടല്ല മാറിയത്. അവര് ഒരു കൂറ്റൻ പാമ്പായി മാറിയായിരുന്നു. അത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഗു വാനിലയും സംഘവും വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. ആ പാഞ്ഞു വരുന്ന തീയെ ഹാൻസ് പീറ്ററുടെ ആ 3 പീക്കുകളിലെയും ആളുകൾ ചേർന്ന് പാമ്പിന്റെ രൂപത്തിൽ അറ്റാക്ക് ചെയ്യുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ച. പാമ്പിന്റെ വായ്ക്കകത്ത് ശരിക്കും പത്തിയുണ്ട്. ആ പത്തി പുറത്തേക്ക് വരുന്നത് പോലുള്ള കാഴ്ചകളും കാണാം. അത് അവരുടെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈലാണ്. ആ പാമ്പ് ചലിക്കുമ്പോൾ വാല് ചലിക്കുന്ന പോലെ ആ കൂറ്റൻ രൂപം
തറയിലൂടെ ചലിക്കുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാൻ പാടാണ്. ആ ശൈലികളുടെ ഒരു കോർഡിനേഷനാണ് ആ യുദ്ധക്കളത്തിൽ സകലരും കണ്ടത്. ആ അറ്റാക്കിൽ പാമ്പിനും പരിക്കുണ്ട്. പാമ്പിന് പരിക്കുണ്ടെന്ന് പറയുമ്പോൾ പാമ്പിന്റെ രൂപമായി മാറിയ അനവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം. പക്ഷെ അതേ സമയത്ത് മറുഭാഗത്ത് മോൺസ്റ്റേഴ്സ് ഏതാണ്ട് തുടച്ചു മാറ്റപ്പെട്ടു. ഇനിയും അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും മാർക്കിനൊപ്പമുള്ള ആ ഹ്യൂമൻ റേസ് വാച്ചിന്റെ കോൺഫിഡൻസ് ഒരുപാട് ലെവൽ കൂടിയിരിക്കുകയാണ്. ശരിക്കും അവർക്ക് ഈ മോൺസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അവരിലേക്ക് കൊണ്ടുവരാൻ ഹാൻസ് പീറ്റർക്ക് വളരെ ഈസിയായി പറ്റി. ഇപ്പോൾ ഹാൻസ് പീറ്ററുടെ വലം കൈയായിട്ട് ഗു വാൻലെ കൂടിയിരിക്കുകയാണ്. ഗു വാൻലയുടെ മറുഭാഗത്ത് അങ്കിൾ ഗുവാനുണ്ട്. അങ്കിൾ ഗുവാൻ, ഹാൻസ് പീറ്റർ, ഗു വാനല, അവർ 3 പേരുമാണ് ഇപ്പോൾ മുൻനിരയിൽ. പുറകിൽ ബാക്കിയുള്ള ആളുകൾ. ഗു കുടുംബവും ഈ അറ്റാക്ക് കണ്ട് ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. മാർക്ക് ഇതൊക്കെ കൗതുകത്തോടെ കാണുകയാണ്. ആ ദിവസം ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ പെട്ടെന്ന് തറയിൽ നിന്ന് തീജ്വാലകൾ മുകളിലേക്ക് പിന്നെയും ഉയർന്നു തുടങ്ങി. മാർക്കും ആ ടീമും നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് തറയിൽ നിന്ന് തീജ്വാല മുകളിലേക്ക് ഉയർന്നത്. ആ തീജ്വാല ഉണ്ടായ ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കിണറിനകത്ത് നിന്ന് തീ മുകളിലേക്ക് വരും പോലെ തോന്നും. ഒരു അഗ്നിപർവ്വത മുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. മാർക്കും കൂട്ടരും അമ്പരപ്പോട് അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നാണ് ആ സമതലത്തിൽ പല ഭാഗത്തും അതുപോലുള്ള കിണറുകൾ രൂപം കൊണ്ടത്. എല്ലാ കിണറിൽ നിന്നും തീ മുകളിലേക്ക് വരികയാണ്. ആ മുകളിലേക്ക് തീ ഉയരുന്ന ആ നിമിഷത്തിൽ തന്നെ ഒരു മുരൾച്ചയും അവർ കേട്ടു തുടങ്ങി. ആ മുരൾച്ച കേട്ടതും അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് ആ ഫ്ലെയിം കിങ്. ഫ്ലെയിം കിങ്ങോ? അതെ മാർക്ക്, ഈ മോൺസ്റ്റർ റേസിന്റെ ഗോഡ്ലി കിങ്ങുകളിൽ ഒരാളാണ് ഈ ഫ്ലെയിം ഡീമൻ എന്ന് പറയുന്ന ഈ മോൺസ്റ്റർ. അവൻ അതിശക്തനാണ്. 5th ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവുമാണ്. ഷൈനെ പോലെ, ടെങ് സിന്നറെ പോലെ 5th ലെവലിലേക്ക് കടന്നിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ ഫ്ലെയിം ഡീമൻ. ആ ഫ്ലെയിം ഡീമനാണ് ഇപ്പൊ ഇത് തറയിൽ നിന്ന് ഇഷ്ടംപോലെ കിണർ രൂപത്തിൽ ഫ്ലെയിം മുകളിലേക്ക് സൃഷ്ടിക്കുന്നത്. അങ്ങനെ അങ്കിൾ ഗുവാൻ പറഞ്ഞതും മാർക്ക് അങ്കിൾ ഗുവാനെയും ടീമിനെയും പുറകോട്ട് പിൻവലിപ്പിച്ചു. മാർക്ക് ഇടപെടേണ്ട സമയം ആയിരിക്കുന്നു. മാർക്ക് കൗതുകത്തോടെ ആ കിണറുകളിലേക്ക് നോക്കുമ്പോൾ മാർക്കിന് തൊട്ടു മുന്നിലായി തുരുതുര പൂക്കുറ്റികൾ പോലെ തറയുന്ന ആ തീജ്വാലകൾ അങ്ങനെ ഉയർന്നു തുടങ്ങി. മാർക്ക് പെട്ടെന്ന് ആ ഈവിൾ സോണെടുത്ത് ഒന്ന് കറക്കി ഒരൊറ്റ വീശ്. ആ എൻ്റെ കിണറിന്റെ മുകളിലുള്ള തീയും അങ്ങനെ കട്ടായി. തീ കട്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി ആ കാഴ്ച കാണാം. ആ തീ എന്ന് പറയുന്നത് അനവധി മോൺസ്റ്റേഴ്സ് ആയിരുന്നു. ആ മോൺസ്റ്റേഴ്സ് ആണ് 2ആയി മുറിക്കപ്പെടുന്നത്. ആ മോൺസ്റ്റേഴ്സ് മാർക്കിന്റെ വെട്ടേറ്റ് മുറിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ ഒരു നിമിഷം ആ തീ ഒന്നണയും. പക്ഷെ അടുത്ത നിമിഷത്തിൽ വീണ്ടും ആ തീ മുകളിലേക്ക് വരികയാണ്. മാർക്ക് 2-3 തവണ കൂടി ആ ഗോസ്റ്റ് സ്ലേക്ക് സോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ കിണറുകൾക്ക് മുകളിലേക്ക് വരുന്ന ആ മോൺസ്റ്റേഴ്സിനെ വെട്ടി നിരത്തിയെങ്കിലും അവ വീണ്ടും വീണ്ടും മുകളിലേക്ക് വരികയാണ്. ഈ സമയത്ത് മലയുടെ മുകളിൽ നിന്ന് പിന്നെയും മോൺസ്റ്റേഴ്സ് ആ തീയുമായി പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. ശരിക്കും മലയുടെ മുകളിൽ നിന്ന് ഒരു ലാവ ഒഴുകി വരുമ്പോൾ അവർ ഒഴുകി വരുന്ന കണ്ടതും ഹാൻസ് പീറ്റർ സംഘവും അവരുടെ ആ കോമ്പിനേഷനുമായി അതിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. ഒരു യുദ്ധം അതിന്റെ എല്ലാ തലത്തിലേക്കും വീണ്ടും കടക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിലാണ് മാർക്കിന്റെ ആ ഡെസലറ്റ് ഡിവൈൻ ഐ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തത്. മാർക്കിന് ഭൂമിയിൽ കടലിൽ വെച്ച് കിട്ടിയതാണ് ആ ഐ. ആ ഐയുടെ 2ാം മുഖം മാർക്ക് ഈ അടുത്ത കാലത്താണ് തുറക്കാൻ പഠിച്ചത്. ആ 2ാം ഐ മാർക്ക് തുറന്ന് ആ ഭാഗം മുഴുവൻ നിരീക്ഷിച്ചു തുടങ്ങി. അങ്ങനെ ചെയ്യാൻ മാർക്കിന് തോന്നിയത് ഒരു പ്രത്യേക കാര്യം കൊണ്ടാണ്. മാർക്ക് അവിടെ മുഴുവൻ നോക്കിയിട്ടും ആ 5th ലെവലിലെ മോൺസ്റ്ററെ കണ്ടില്ല. അതിനു പകരം അയാളെ സൃഷ്ടിക്കുന്ന ആ തീജ്വാലകൾ മാത്രമാണ് മാർക്ക് കണ്ടത്. ആ തീജ്വാലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തൊന്നും തന്നെ അയാൾ ഇല്ല എന്നത് മാർക്കിന് ആ നിമിഷത്തിൽ തന്നെ വ്യക്തമായി. അയാൾ മറ്റെവിടെയോ പതുങ്ങിയിരിക്കുകയാണ്. യുദ്ധകളത്തിൽ നിന്ന് മാറി സുരക്ഷിതമായി ഏതോ ഒരു സ്ഥലത്ത് തന്റെ സ്വന്തം ബോഡി ഒളിപ്പിച്ചതിന് ശേഷം ഒരു പ്രതിരൂപ അറ്റാക്കാണ് അയാൾ ഇവിടെ നടത്തുന്നത്. അവന്റെ സ്വന്തം ബോഡി നശിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം ഈ അറ്റാക്ക് അവന് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. മാർക്ക് ഫെല്ലർക്കും ടീമിനും അത് വൻ ദുരന്തം ഉണ്ടാക്കും. അതുകൊണ്ടാണ് മാർക്ക് ആ യഥാർത്ഥ ബോഡി കണ്ടെത്താനായി മാർക്കിന്റെ ആ ഡെസലറ്റ് ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്തത്. ആ കണ്ണിന്റെ പ്രവർത്തനം ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. അവിടെ പടർന്നു പിടിക്കുന്ന തീജ്വാലകൾക്കിടയിലൂടെ ആ കണ്ണ് മാർക്കിന് വേണ്ടി അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്തു. ആ തീക്കകത്തൂടി അങ്ങനെ കടന്നു പോകുന്ന കണ്ണിന്റെ രശ്മികൾ പതുക്കെ പതുക്കെ ആ സമതലവും മലയും മറികടന്ന്
മുന്നോട്ട് പോവുകയാണ്. മാർക്ക് ആ കണ്ണിനെ ഫോളോ ചെയ്ത് ആകാശത്തിലൂടെ പായുമ്പോൾ ആ ഫ്ലെയിമിംഗ് മൗണ്ടന്റെ മറുഭാഗത്തായി മറ്റൊരു മലയുണ്ട്. ഈ രണ്ട് മലകൾക്കിടയിലായി ഒരു ചെറിയ സ്ഥലം. അവിടെ ആകാശത്തിനെ മാർക്ക് ആ കാഴ്ച കണ്ടു. അവിടെ ഒരു മോൺസ്റ്റർ അങ്ങനെ നിശബ്ദനായി അങ്ങനെ ഇരിക്കുകയാണ്, ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകുന്ന ശൈലിയിലുള്ള ആകാരമുള്ള മനുഷ്യരെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ 5th ലെവലിലെ ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലെ ഫ്ലെയിമിംഗ് ഡീമൻ എന്ന് വിളിക്കുന്ന ആ മോൺസ്റ്റർ. അയാൾ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. ധ്യാനത്തിലാണ് കക്ഷി. ധ്യാനത്തിലിരിക്കുന്ന അയാൾ മുന്നിലുള്ള മലയുടെ മുൻഭാഗത്ത് നടക്കുന്ന ആ യുദ്ധത്തെ നിയന്ത്രിക്കുകയാണെന്ന് പറയാം. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. മുൻപിൽ നടക്കുന്ന ആ യുദ്ധമൊക്കെ അയാൾക്കൊരു കളിത്തമാശയാണെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലുള്ള ഒരു പുഞ്ചിരിയാണ് അയാളുടെ മുഖത്ത് വിരിഞ്ഞു കാണുന്നത്. ആ മോൺസ്റ്റർക്ക് നല്ല വിരിഞ്ഞ മാർഡവും നല്ല ഉറച്ച മസിലുള്ള കൈകളുമാണ് ഉള്ളത്. അയാളുടെ ബോഡിയിൽ മോൺസ്റ്റർ എന്ന് അനുസ്മരിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് അയാളുടെ ബോഡിയുടെ പുറകിൽ കാണുന്ന 2 ചിറകുകളാണ്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അയാൾക്ക് പറന്നു പോകാൻ കഴിയുന്ന ശൈലിയിൽ ആ ചിറകുകൾ അയാൾ ആക്റ്റീവാക്കി വെച്ചിരിക്കുകയാണ്. ആ ചിറകുകൾ വേണമെങ്കിൽ അയാൾക്ക് ഒളിപ്പിക്കാൻ പറ്റും. ആ ശൈലിയിലുള്ള മോൺസ്റ്ററെ മുകളിൽ നിന്ന് കണ്ട മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ ഈവിൾ സോഡ് ഒന്ന് ചലിപ്പിച്ചതും അതിശക്തമായ ഒരു സോഡ് ലൈറ്റ് ആകാശത്ത് നിന്ന് താഴേക്ക് അതിവേഗം പാഞ്ഞു. ആ സോഡ് ലൈറ്റ് തനിക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മോൺസ്റ്ററുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ സോഡ് ലൈറ്റ് കണ്ട ആ ഫ്ലെയിം ഡീമൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ കണ്ടുപിടിച്ചു അല്ലേ? ഞാൻ നിന്നെ കണ്ടുപിടിക്കുകയോ മാത്രമല്ല ചെയ്തത്, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ സോഡ് ലൈറ്റ് ആ ഫ്ലെയിം ഡ്രാഗന് നേരെ ക്രമീകരിച്ചതും അമ്പരപ്പിക്കുന്ന വേഗതയിൽ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കിന് മനസ്സിലായത് പോലുമില്ല. ആ ഫ്ലെയിം ഡ്രാഗന്റെ മുന്നിലേക്ക് മാർക്കിന്റെ ആ സോഡ് ലൈറ്റ് വന്നതും ആ സോഡ് ലൈറ്റിലേക്ക് ഒരു കൂറ്റൻ കൈ വന്ന് പതിച്ചു. ശരിക്കും ഒരു വലിയൊരു ഇരുമ്പ് കൈ എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിൽ ഒരു കൂറ്റൻ കൈ ആ സോഡ് ലൈറ്റിനെ പതുക്കെ തടുക്കുകയായിരുന്നു. ആ കൈ മാർക്കിന്റെ ആ സോഡ് ലൈറ്റിനെ തടുത്തതും സോഡ് ലൈറ്റും ആ കൈ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. ശരിക്കും മാർക്ക് ഫെല്ലറുടെ ആ അമ്പരപ്പിക്കുന്ന സോഡ് ലൈറ്റിന്റെ പവർ ഇപ്പോൾ ഒരുപാട് വലുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ ആ കൈ ഇങ്ങ് കട്ടായി. ആ ജയിന്റ് കൈ കട്ടായി താഴെ വീഴുമ്പോൾ മാർക്ക് മറ്റൊരു കാഴ്ച കണ്ടു. ആ ഫ്ലെയിം ഡീമൻ എന്ന് വിളിക്കപ്പെട്ട ആളെ 2 ആളുകൾ 2 കൈയിൽ പിടിച്ചുകൊണ്ട് അതിവേഗം അവിടുന്ന് പാഞ്ഞു പോകുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ആ നിമിഷത്തിൽ മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവർ 3 പേരും ഗോഡ്ലി കിങ്ങുകളാണ്. മോൺസ്റ്റർ റേസിലെ അതിശക്തരായ ഗോഡ്ലി കിങ്ങുകൾ. നീ അറ്റാക്ക് ചെയ്തത് ഫ്ലെയിം ഡീമൻ എന്ന് വിളിക്കുന്ന മോൺസ്റ്റർ റേസിന്റെ ഗോഡ്ലി കിങ്ങിനെയാണ്. അയാളെ രക്ഷിച്ചുകൊണ്ടുപോയ ആ ജെയിന്റ് കൈയുള്ള ആളിലെ അയാളാണ് ടൈറ്റൻ. അയാളും ഗോഡ്ലി കിങ് ആണ്. മറ്റേതാണ് ഡ്രാക്കോ എന്ന് വിളിക്കുന്ന ഡെത്ത് ഗോഡ്ലി കിങ്. ഇവർ 3ഉം അതിശക്തരായ മോൺസ്റ്റേഴ്സ് ആണ്. ഇവർക്കൊപ്പമാണ് ഇപ്പോൾ ഹെക്ടർ ടെങ് ഉള്ളത്. ഇവർ 4നെ നിയന്ത്രിക്കുന്ന ആളാണ് ആ ജനറൽ. മോൺസ്റ്റർ റേസിന്റെ ഒരു ഘടന ഇപ്പോൾ അങ്കിൾ ഗുവാൻ അറിയാം. അങ്കിൾ ഗുവാൻ അത് പറയുമ്പോഴേക്കും ആ എൻ്റെ ടീമും അവിടെ നിന്ന് അങ്ങ് മറഞ്ഞു എന്ന് പറയാം. അങ്ങനെ മറയുന്ന സമയത്ത് മാർക്ക് ഫെല്ലറുടെ കണ്ണുകൾ ആ ഡ്രാക്കോ എന്ന് വിളിക്കുന്ന ഡെത്ത് ഗോഡ്ലി കിങ്ങിന്റെ കണ്ണുകളുമായി ഒന്ന് ഉരസി. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. മാർക്കും അയാളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനുള്ള സമയം ഇതല്ല എന്ന് അയാൾ മാർക്കിനോട് പറയാതെ പറയുന്നതാണ് ആ പുഞ്ചിരി. ഡ്രാക്കോ മാർക്കുമായി ഏറ്റുമുട്ടും, അത് ഇപ്പോഴല്ല എന്ന് ഡ്രാക്കോ തന്നെ മാർക്കിനെ കണ്ടുകൊണ്ട് സൂചിപ്പിച്ചതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. മാർക്കിന്റെ ചുണ്ടിലും കൗതുകം കലർന്ന ഒരു പുഞ്ചിരി ആ നിമിഷത്തിൽ വിരിഞ്ഞു. ഭാവിയിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള 2 ശത്രുക്കൾ പരസ്പരം ആദ്യമായി കണ്ടുമുട്ടിയതാണ്, അല്ലെങ്കിൽ പരസ്പരം തിരിച്ചറിഞ്ഞതാണ്. മാർക്ക് യഥാർത്ഥത്തിൽ ഈ ഡ്രാക്കോയ്ക്ക് കണ്ടതാണ്. അത് അന്ന് ആ ഹെക്ടർ ടെങ്ങുമായുള്ള ഏറ്റുമുട്ടലാണ്. പക്ഷെ അന്ന് മാർക്കിന് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ഇത്ര അടുത്ത് ക്ലോസപ്പിൽ മാർക്ക് ഡ്രാക്കോയെ കാണുന്നത്. ഡ്രാക്കോയും സംഘാംഗങ്ങളും അവിടുന്ന് മറഞ്ഞു കഴിഞ്ഞതും മാർക്ക് ഫെല്ലറും അങ്കിൾ ഗുവാനും തിരിച്ച് യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് വന്നു. യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ മാർക്കിന്റെ ടീമിന് മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ പെട്ടെന്നങ്ങ് വലുതായി. കാരണം സപ്പോർട്ട് മെക്കാനിസം നൽകിക്കൊണ്ടിരുന്ന ആ മോൺസ്റ്റർ ഫ്ലെയിം ഡീമൻ അവിടുന്ന് പിന്മാറിയതാണ്. ഫ്ലെയിം ഡീമന്റെ സപ്പോർട്ട് മെക്കാനിസം നഷ്ടമായതോടുകൂടി മാർക്കിന്റെ സേനയെ അറ്റാക്ക് ചെയ്യുന്ന ആ ഡീമൻ മോൺസ്റ്ററുകൾക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അടുത്ത 3 ദിവസം കൊണ്ട്
സകല മോൺസ്റ്റേഴ്സിനെയും മാർക്കിന്റെ സേന കൊലപ്പെടുത്തുകയും ചെയ്തു. അവസാനം ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന് കാര്യമായ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഏകദേശം 200ഓളം ആളുകളുടെ ജീവൻ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. മാർക്ക് ഗു വാനിലോട് പറഞ്ഞു, വാനില, കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ശേഖരിക്കണം. നമുക്ക് ഈ മോൺസ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അത് വിട്ടുകളയണ്ട. മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് മാർക്കിന് ഇപ്പോൾ ശേഖരിക്കാൻ കഴിയുന്നത് ശരിക്കും ആ ഊർജമാണ്, ആ ഫ്ലെയിമുമായി ബന്ധപ്പെട്ട ഊർജം. ആ ഊർജത്തെ മനുഷ്യർക്ക് ഉപയോഗപ്പെടില്ലെങ്കിലും ആ ഊർജം മാർക്കിനും കൂട്ടർക്കും ആയുധങ്ങൾ ഉണ്ടാക്കാനും ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാനും ടെലിപ്പോർട്ടേഷൻ സംവിധാനത്തിനൊക്കെ ഉപയോഗിക്കും. ആ ശൈലിയിലുള്ള അതിശക്തമായ ഊർജമാണ് മാർക്കിനും കൂട്ടർക്കും കിട്ടുന്നത്. എന്തായാലും കൊല്ലപ്പെട്ട എല്ലാ മോൺസ്റ്റേഴ്സിന്റെയും ഊർജ സോഴ്സുകൾ കണ്ടെത്തി അത് ശേഖരിക്കുന്ന ഒരു യത്നത്തിലേക്ക് ആ എൻ്റെ ടീമും കടന്നു. അവരത് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കിന്റെ ഡിവൈൻ ഐ ഒന്ന് ആക്ടിവേറ്റ് ആക്കി ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ സ്കാൻ ചെയ്യാൻ ഒരു കാരണമുണ്ട്. മാർക്കിന്റെ ഉള്ളിൽ അല്പനേരം മുമ്പ് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തിരുന്നു. ആ അസ്വസ്ഥത പതുക്കെ കൂടി വരുന്നത് കണ്ടതുകൊണ്ടാണ് മാർക്ക് ആ ഐ ഉപയോഗിച്ച് ഒരു സ്കാനിങ് നടത്തിയത്. മാർക്കിന്റെ ഡെസലറ്റ് ഡിവൈൻ ഐയുടെ രണ്ടാം കണ്ണുപയോഗിച്ചുകൊണ്ട് മാർക്ക് ഓരോ തവണ സ്കാൻ ചെയ്യുമ്പോഴും മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഒത്തിരി ഊർജം അതിന് ഉപയോഗിക്കേണ്ടി വരും. അതറിയാവുന്ന മാർക്ക് വളരെ അപൂർവ അവസരങ്ങളിൽ മാത്രമേ ആ ഡെസലറ്റ് ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. മാർക്ക് ആ രണ്ടാം ഐ ആക്ടിവേറ്റ് ചെയ്ത് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ മാർക്കിന്റെ അസ്വസ്ഥതയ്ക്കുള്ള കാരണം മാർക്കിന് മനസ്സിലായി. ഇവിടെ ആ യുദ്ധം നടന്ന പ്രതലത്തിന് അപ്പുറത്തായി ശരിക്കും ശൂന്യതയും ചില അനക്കങ്ങളുണ്ട്. മാർക്ക് ആ ശൂന്യതയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ എൽഡർ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മോൺസ്റ്ററൈസറെ ശക്തർ നമുക്ക് ചുറ്റുമുണ്ട്, എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ആ ശൂന്യതയിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ആ കണ്ണ് തുറന്നു വെച്ചിരിക്കുന്ന കാര്യമൊന്നും എൽഡർ ഗുവാന് അറിവുള്ളതല്ല. പക്ഷെ മാർക്കിന്റെ ആ ശൂന്യതയിലേക്കുള്ള നോട്ടം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എൽഡർ ഗുവാന് മനസ്സിലായത് കൊണ്ടാണ് എൽഡർ ഗുവാൻ ആ കാര്യം മാർക്കിനോട് പറഞ്ഞത്. അങ്കിൾ ഗുവാൻ എന്ന് മാർക്ക് വിളിക്കുന്ന ആ എൽഡർ ഗുവാനും ഇപ്പൊ അതിശക്തനായ യോദ്ധാവാണ്. അദ്ദേഹം ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലാണ്. എൽഡർ ഗുവാൻ പറഞ്ഞ കാര്യം കേട്ടതും മാർക്ക് എൽഡർ ഗുവാനോട് പറഞ്ഞു, ഓക്കെ, നമ്മുടെ ടീമിനെ റെഡിയാകാൻ പറ. അവിടെ കൊല്ലപ്പെട്ട ആ മോൺസ്റ്റേഴ്സിന്റെ ഊർജത്തെ ശേഖരിച്ചുകൊണ്ടുവന്ന ടീമിന് ഉടൻ തന്നെ ഫോർമേഷനിലേക്ക് മടങ്ങാനുള്ള ഉത്തരവ് എൽഡർ ഗുവാന്റെ വകയായി കിട്ടി. ഹാൻസ് പീറ്ററും ഗു വാനിലയും എൽഡർ ഗുവാനും വീണ്ടും മുന്നണിയിലേക്ക് എത്തുമ്പോഴേക്കും ആ ശൂന്യത തകർത്തുകൊണ്ട് ഒരു ടീമിന്റെ രംഗപ്രവേശം ഉണ്ടായി. കണ്ടാൽ മനുഷ്യരെ പോലെ തോന്നുന്ന ഒരുപാട് ആളുകൾ ചുറ്റുമുള്ള ശൂന്യതയിൽ നിന്ന് ആ യുദ്ധക്കളത്തിലേക്ക് പ്രവേശിച്ചു. നല്ല വിരിഞ്ഞ മാർണമുള്ള, നല്ല കൈക്കരുത്തുള്ള അതിശക്തരായ ആളുകൾ. നേരത്തെ അവിടെ ധ്യാനത്തിൽ ഇരിക്കുന്ന ഫ്ലെയിം ഡീമനെ മാർക്ക് കണ്ടപ്പോൾ മാർക്കിന് ആ ആളെക്കുറിച്ച് തോന്നിയ അതേ തോന്നൽ തന്നെ ഈ വരുന്ന ആളുകളെ കാണുമ്പോഴും തോന്നുകയാണ്. ശരിക്കും കണ്ടാൽ മനുഷ്യർ തന്നെയാണ്. നല്ല ഉറച്ച കാലുകളുള്ള, ഉറച്ച ബോഡിയുള്ള ശക്തർ. പക്ഷെ എല്ലാവരുടെ മുതുകിൽ ചിറകുണ്ട്. ആ ചിറകടിച്ചാണ് ആ ശൂന്യതയിൽ നിന്ന് അവർ ആ യുദ്ധക്കളത്തിലേക്ക് പറന്നിറങ്ങിയത്. ഏകദേശം 4000 ആളുകളുണ്ട്. ആ ടീം യുദ്ധത്തിന് റെഡിയായി എത്തിയിരിക്കുകയാണെന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ട് ഭാഗവും യുദ്ധത്തിലേക്ക് നേരിട്ടങ്ങ് കടന്നു. ഹാൻസ് പീറ്ററുടെ നേതൃത്വത്തിലുള്ള ടീമും ആ മോൺസ്റ്റേഴ്സ് ടീമും തമ്മിൽ അതിശക്തമായ യുദ്ധം ആരംഭിച്ചു. നേരത്തെ ഏറ്റുമുട്ടിയ കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് ഈ വന്നവർക്ക് കപ്പാസിറ്റി കൂടുതലാണെന്ന് പെട്ടെന്ന് തന്നെ ഹാൻസ് പീറ്റർക്ക് ടീമിന് മനസ്സിലായി. ഹാൻസ് പീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെക്കാളും കപ്പാസിറ്റിയുള്ള ആളുകളാണ് അവരെ ആക്രമിക്കുന്ന ആ മോൺസ്റ്റേഴ്സ്. പക്ഷേ ആ മോൺസ്റ്റേഴ്സിനെ ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് എന്ന ആ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു കോർഡിനേഷൻ സംവിധാനത്തിലൂടെ ഹാൻസ് പീറ്ററും സംഘവും ആക്രമിച്ചപ്പോൾ അവർക്കൊരു മേൽക്കൈ കിട്ടി. ആ യുദ്ധം 3 ദിവസമാണ് നീണ്ടുനിന്നത്. ആ യുദ്ധം അവസാനിക്കുമ്പോൾ ടോട്ടൽ നഷ്ടം ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന് 700-ഉം മറുഭാഗത്ത് 6000-ഉമാണ്. എന്തായാലും 6000-ത്തോളം മോൺസ്റ്റേഴ്സിനെ 3 ദിവസം കൊണ്ട് കൊന്നൊടുക്കാൻ ഹാൻസ് പീറ്റർക്ക് സംഘത്തിനും പറ്റി. മാർക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അറ്റാക്ക് നടത്തിയത്. മാർക്ക് യഥാർത്ഥത്തിൽ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഗു കുടുംബത്തിന്റെ ഗു വാനിലയെ ഡിഫൻസിലാണ് ഉപയോഗിച്ചത്. ഗു വാനിലയുടെ ആ ഡിഫൻസ് മെക്കാനിസത്തെ മറികടന്നുകൊണ്ട് ആ ടീമിന് കടക്കാൻ പറ്റില്ല. അവരുടെ ഡിഫൻസിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. അറ്റാക്കാണ് ഹാൻസ് പീറ്ററും ടീമും. ഏതെങ്കിലും ഭാഗത്തുനിന്ന് ആ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ടീമിന് അഡീഷണൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മാർക്ക് ഇടപെടും. അങ്ങനെ മാർക്ക് ആ യുദ്ധത്തെ നിയന്ത്രിച്ചു എന്ന് പറയാം. ഒരു ജനറലിന്റെ ശൈലിയിൽ മാർക്ക് ആ യുദ്ധത്തെ നിയന്ത്രിക്കുമ്പോൾ ഫീൽഡിൽ ശരിക്കും യുദ്ധം നയിച്ചത് ഹാൻസ് പീറ്ററാണ്.
ഡിഫൻസ് നയിച്ചത് ഗു വാൻലിയുമാണ്. എന്നാൽ ഇത് മാർക്കിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഒരു പരിണാമം മാർക്ക് വിഷ്വലൈസ് ചെയ്യുകയാണ്. മാർക്ക് ഇല്ലെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നോട്ട് പോകും. അവിടെ ആ യുദ്ധം അവസാനിച്ചപ്പോൾ മാർക്ക് അവരുമായി വീണ്ടും പഴയ സ്ഥലത്തേക്ക് മടങ്ങിയെത്തി. ഒരുപാട് വിഭവങ്ങൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ വിഭവങ്ങളൊക്കെ ജീനയുടെ മുന്നിൽ എത്തിച്ചപ്പോൾ ജീന അതെല്ലാം അതാത് സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യാനുള്ള ചുമതല ഏറ്റെടുത്തു. ജീനയ്ക്കുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള ശേഷികളിൽ ഒന്ന് അതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ശേഖരിച്ചു വെക്കും. ആവശ്യമുള്ള സമയത്ത് ആവശ്യാനുസരണം അതെടുക്കാൻ ജീനയ്ക്ക് അതുകൊണ്ട് തന്നെ എളുപ്പം പറ്റും. ജീനയുടെ ശേഖരം ഒരിക്കൽ ജീന മാർക്കിനെ കാണിച്ചപ്പോൾ മാർക്ക് ഞെട്ടിപ്പോയതാണ്. അവള് തുടക്കകാലത്തിൽ മാർക്കിനോട് അടിപിടി കൂടി വൻ തുകയൊക്കെയാണ് മാർക്കിന്റെ കയ്യിൽ നിന്ന് ഓരോ സേവനത്തിനും വാങ്ങിയിരുന്നത്. അങ്ങനെ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ശരിക്കും വളരെ സശ്രദ്ധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച കണ്ട മാർക്ക് ജീനയുടെ ആ കപ്പാസിറ്റിയിൽ അമ്പരന്ന് പോവുകയായിരുന്നു. ഇപ്പോ ജീന അവിടെ എത്തിയ ആ എനർജി ക്രിസ്റ്റലുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അതേ ശൈലിയിൽ ശേഖരിക്കുന്ന കാണുമ്പോൾ മാർക്കിന് അതാണ് ഓർമ്മ വരുന്നത്. എല്ലാ സാധനങ്ങളും ശേഖരിക്കുന്ന ജീനയെ നോക്കി കൗതുകത്തോടെ മാർക്ക് അങ്കിൾ ഗുവാനോട് പറഞ്ഞു, അങ്കിൾ ഞാനൊന്ന് വിശ്രമിക്കാൻ പോവുകയാണ്. ശരിക്കും ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് ക്രമപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. എല്ലാവരുടെയും പ്രാക്ടീസ് അങ്കിളും കൂടി നോക്കിക്കൊള്ളണം. ഹാൻസ് പീറ്ററും അങ്കിൾ ഗുവാനും ഗു വാനിലയും അവിടെയുള്ള ആളുകളുടെ പ്രാക്ടീസ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം മാർക്കിന് അറിയാം. അവര് വീണ്ടും ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് ഉപയോഗിച്ച് പ്രാക്ടീസ് തുടങ്ങി. ജീനയുടെ ആക്ടിവിറ്റീസിലേക്ക് മുഴുകി. മാർക്കിന്റെ ആക്ടിവിറ്റീസിലും. മാർക്ക് പെട്ടെന്ന് ധ്യാനത്തിലേക്ക് കടന്നതിന്റെ കാരണം അവിടെ ആ ഫ്ലെയിമിംഗ് മൗണ്ടനിൽ വെച്ച് മാർക്ക് ഒരാളെ കണ്ടതാണ്. അത് സാക്ഷാൽ മോർസ് ജനറലാണ്. ആ മോർസ് ജനറൽ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പക്ഷേ ആ അറ്റാക്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. അയാള് തന്നെ നിരീക്ഷിക്കുകയാണെന്നുള്ളൊരു തോന്നൽ മാർക്കിന് ഉണ്ടായതുകൊണ്ടാണ് മാർക്ക് ഇപ്രാവശ്യം ആ നിരീക്ഷണത്തെക്കുറിച്ച് അറിയാനായി ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. തന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നു. തന്നെയാണോ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനെയാണോ എന്നൊരു സംശയം മാർക്കിനുണ്ട്. നമ്മളെ ആരെങ്കിലും രഹസ്യമായി നിരീക്ഷിക്കുന്നത് തോന്നൽ നമുക്കുണ്ടായാൽ നമുക്കതൊരു വല്ലാത്ത ടെൻഷനാണ്. അതേ ടെൻഷൻ ഇപ്പോൾ മാർക്കിനുണ്ട്. ആരൊക്കെയോ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു തോന്നലുണ്ടായതും മാർക്ക് പതുക്കെ ധ്യാനത്തിലേക്ക് കടന്നു. ധ്യാനത്തിലേക്ക് കടന്ന മാർക്ക് ഫെല്ലർ തൻ്റെ ഡിവൈനായി ഓണാക്കി ആ സോളിറ്ററി ഷാഡോ സിറ്റി മുഴുവൻ നിരീക്ഷിച്ചു തുടങ്ങി. മാർക്കിന്റെ ആ കണ്ണ് ഇങ്ങനെ ഓരോ സ്ഥലമായി സ്കാൻ ചെയ്യാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോൾ മാർക്കിന് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ആരോ തന്നെ നിരീക്ഷിക്കുന്നു തോന്നൽ അപ്പോഴും മാർക്കിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ട്. മാർക്ക് ഒരു റൗണ്ട് ചുറ്റും സ്കാൻ ചെയ്തിട്ടും ആരെയും കാണാതെ വന്നതും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു. മാർക്കിന്റെ സോള് റിലീസ് ചെയ്തു. മാർക്കിന്റെ ആ ബോഡി നിശ്ചലമാക്കി ഇരുത്തിയതിനു ശേഷം മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പുറത്തു കിടന്ന സോളിന്റെ ഒരു പാർട്ടിനെ മാർക്ക് പതുക്കെ മുന്നോട്ട് നയിക്കുകയാണ്. മാർക്ക് നേരത്തെ ആ ഹോളി റിജിൽ വെച്ച് ഇതേ ശൈലിയിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. എമിലി ബ്ലാക്കിന്റെ ആ ബ്ലാക്ക് കുടുംബം മാർക്കിന് താമസിക്കാനായി കൊടുത്ത ആ വസതി വെച്ചാണ് മാർക്ക് അന്ന് അത് ചെയ്തത്. അന്ന് സോളിനെ പാത്ത് ഓഫ് ഹെവന്റെ പാതയിലൂടെ അയച്ച മാർക്ക് പാത്ത് ഓഫ് ഹെവനിലൂടെ മുകളിലേക്ക് കയറിയെത്തി ഒരു പ്രതിമയുടെ അടുത്തെത്തിയിരുന്നു. അന്ന് അവിടെ വെച്ചാണ് മാർക്ക് ആ പ്രിമോഡിയൽ റൂള് പരിചയപ്പെടുന്നത്. ആ റൂള് പിന്നീട് മാർക്കിന് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് വീണ്ടും സോളിനെ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് വിദൂരത്തിലേക്ക് അയക്കുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും എനർജി ഫ്ലക്ച്വേഷൻ കണ്ടാൽ അതിൽ പിടിച്ച് മുന്നോട്ട് പോകാനാണ് മാർക്കിന്റെ തയ്യാറെടുപ്പ്. മാർക്കിന് തന്നെ നിരീക്ഷിക്കുന്നത് ആരാണെങ്കിലും അവരൊരു എനർജി അവശേഷിപ്പിക്കും എന്നുള്ള കാര്യം അറിയാം. ആ എനർജി ഫോളോ ചെയ്താൽ അത് ആരാണെന്ന് അറിയാൻ പറ്റും. അത് കണ്ടെത്താൻ വേണ്ടിയാണ് മാർക്ക് തന്റെ സോളിനെ അങ്ങനെ പുറത്തേക്ക് അയച്ചത്. പതുക്കെ ആ സോള് മാർക്കിന്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരത്തേക്ക് നീങ്ങി. ശരിക്കും ഒരു വൻ ഏരിയ തന്നെ ഇപ്പോൾ ആ സോള് നിരീക്ഷിച്ചു എന്ന് പറയാം. അങ്ങനെ സോള് മുന്നോട്ട് പോകുമ്പോൾ ഒരു എനർജി മാർക്കിന് അനുഭവപ്പെട്ടു തുടങ്ങി. ആ എനർജി മാർക്കിന്റെ സോള് ഫോളോ ചെയ്യുകയാണ്. ആ സോള് എത്ര ദൂരം യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. മാർക്കിന്റെ സോള് ആ എനർജി അങ്ങനെ ഫോളോ ചെയ്ത് എത്തിയപ്പോൾ ഒരു വലിയ എനർജി സോഴ്സിലേക്ക് എത്തിയതുപോലെ തോന്നി. മാർക്കിന്റെ ആ സോളിന് പോലും ശരിക്കും ഒരു വിറയൽ അനുഭവപ്പെടുകയാണ്. കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു എനർജിയിലേക്കാണ് മാർക്കിന്റെ സോള് എത്തിയിരിക്കുന്നത്. വിശാലമായ ഒരു കടൽ. ആ കടലിൽ മാർക്ക് ചില കാഴ്ചകൾ കണ്ടു. മാർക്കിന്റെ സോളിനെ പോലെ തന്നെ അനവധി സോളുകൾ. ആ സോളുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ട്. ആ തിളക്കമുള്ള സോളുകളിലേക്ക്
മാർക്കിന്റെ സോള് നോക്കുമ്പോൾ ഒരു ഭയം അറിയാതെ മാർക്കിനുണ്ടായി. പെട്ടെന്ന് മാർക്ക് പിന്മാറി. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന്റെ ആ സോള് തിരിച്ച് മാർക്കിന്റെ ബോഡിയിലേക്ക് പാഞ്ഞു കയറി. അങ്ങനെ മാർക്ക് പിന്മാറാൻ കാരണം മാർക്കിന്റെ സോള് നോക്കിയ ആ സ്ഥലത്തുണ്ടായിരുന്ന സോള് തിരിഞ്ഞ് മാർക്കിന് നോക്കുന്ന പോലെ മാർക്കിന് തോന്നിയതാണ്. അങ്ങനെ തോന്നിയ ആ നിമിഷത്തിൽ ആ സോളിന്റെ കണ്ണിൽ നിന്ന് ശക്തമായ പ്രകാശം വെടിയുണ്ടകൾ പോലെ പായാൻ തുടങ്ങുന്നതും മാർക്ക് കണ്ടിരുന്നു. അതുകൊണ്ടാണ് മാർക്ക് ആ സോള് പിൻവലിച്ചത്. സോള് മാർക്കിന്റെ ബോഡിയിലേക്ക് തിരിച്ചു കയറിയതും മാർക്കിന്റെ കാൽ വിരൽ മുതൽ തല വരെ വിയർത്തു തുടങ്ങിയാണ്. ശരിക്കും ഒരു വിറയിൽ മാർക്കിനെ ബാധിച്ചു. മാർക്ക് കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുന്നേ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. താൻ എവിടെയാ പോയത്? ആരാ തന്നെ നോക്കിയത്? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന്റെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. എന്തായാലും മാർക്ക് ചെന്ന സ്ഥലത്ത് ശക്തമായ ഊർജം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കടല് പോലെ ഊർജമുണ്ട്. അതിനകത്ത് മാർക്കിന്റെ സോളിനെ പോലെ തന്നെ ധാരാളം സോളുകളുമുണ്ട്. സോളുകൾ ഒരുപാടുള്ള സ്ഥലം അത് ഏതാണ്? ആ ഒരു ചോദ്യം മാർക്കിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മാർക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയ ആ സോളിനെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കിനെ പരിചയമുള്ളതോ മാർക്കിലൂടെ എതിർപ്പുള്ളതുമായ ഏതോ ഒരു വ്യക്തിയുടെ ഒരു സോള് അവിടെ ഉണ്ടായിരുന്നു. ആ സോള് മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച കാഴ്ചയാണ് മാർക്ക് കണ്ടത്. മാർക്ക് ആ സോളിനെ ഒന്നുകൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു രൂപം കടന്നു വരികയാണ്. ആ രൂപം ഹോളി റിജിനിൽ മാർക്കിനെ കൊല്ലാൻ ശ്രമിച്ച ആ ജനറലിന്റെ രൂപമാണ്. ക്യൂൻ കുടുംബത്തിന്റെ ആ സാക്ഷാൽ 6th ലെവൽ സെയിന്റ്. അയാള് അവിടെ ആ ഊർജമുള്ള പ്രദേശത്ത് അയാളുടെ സോളിനെ മേയാൻ വിട്ടതുപോലെയാണ്. അല്ലെങ്കിൽ അയാളും മാർക്കിനെ പോലെ എന്തോ എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയതാണ്. അയാളുടെ സോള് അവിടെ ഉണ്ടെങ്കിൽ അതുപോലുള്ള ആളുകളുടെ സോളുകളായിരിക്കും അവിടെ ഉള്ളത്. ഈ സോളുകൾ വരുന്ന ആ സ്ഥലം അത് ഏതാ? മാർക്കിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ കടന്നു വരുമ്പോൾ മാർക്ക് പെട്ടെന്ന് അറിയാതെ എണീറ്റ് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് മാർക്ക് തന്നെ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് അതിവേഗം പ്രാക്ടീസ് നടക്കുന്ന ഭാഗത്തേക്ക് എത്തി. അവിടെ ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ മാർക്ക് പെട്ടെന്ന് ഒന്ന് സ്കാൻ ചെയ്തു. മാർക്കിന്റെ ആ സ്കാനിങ്ങിൽ മാർക്കിന് ഒന്നും കാണാൻ പറ്റിയില്ല. മാർക്ക് ഉടൻ തന്നെ മാർക്കിന്റെ ആ ഡിവൈൻ ഐയുടെ 2ാം ലെവല് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ ഐയിലൂടെ മാർക്കിന് സകലതും ഡിവൈഡ് ചെയ്ത് കാണാൻ പറ്റും. ലെയറായി കാണാൻ പറ്റും. മാർക്കിനെ അറ്റാക്ക് ചെയ്ത ഹെക്ടർ ടെങ്ങിന്റെ ശക്തി മാർക്ക് തിരിച്ചറിഞ്ഞത് അങ്ങനെ ലെയറാക്കിയാണ്. അതേ ശൈലിയിലാണ് മാർക്ക് ഷൈൻ്റെ അറ്റാക്കിനെ പ്രതിരോധിച്ചത്. ഷൈൻ്റെ അറ്റാക്കിന്റെ കേന്ദ്രബിന്ദു മാർക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മാർക്കിന് അന്ന് ഷൈനെ പ്രതിരോധിക്കാൻ പറ്റിയത്. മാർക്കിനെ അതിനെ സഹായിക്കുന്നത് ആ ഡെസലറ്റ് ഡിവൈൻ ഐയുടെ ആ കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി മാർക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കുകയാണ്. മാർക്കിന്റെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ആളുകളെ നിരീക്ഷിക്കാനായിട്ടാണ് മാർക്ക് അത് ഉപയോഗിച്ചത്. ആ ഡിവൈൻ ഐ മാർക്കിനെ എത്തിച്ചത് എർത്തൻ പീക്കിലെ അതിശക്തനായ ഒരു യോദ്ധാവിന്റെ അടുത്താണ്. അയാളെ ഒന്ന് നോക്കി മാർക്ക് ആ നിമിഷത്തിൽ അയാളുടെ അടുത്തെത്തി. ഏയ്, നീ എങ്ങനെ ഇവിടെ എത്തിയത്? പെട്ടെന്നുള്ള മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ചാടി എണീറ്റു. ഒരു നിമിഷം അയാൾ പതറി. ചാടി എണീറ്റ അയാൾ മാർക്കിനെ ഒന്ന് നോക്കിയതും മാർക്ക് അയാളോട് പറഞ്ഞു, നിനക്ക് മോൺസ്റ്റർ റേസുമായിട്ട് എന്താ ബന്ധം? മോൺസ്റ്റർ റേസ് എന്നുള്ള വേർഡ് കേട്ടതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ പെട്ടെന്ന് തിരിഞ്ഞ് ആ ചെറുപ്പക്കാരനെ നോക്കി. താൻ പിടിക്കപ്പെട്ടു എന്ന ആ തോന്നലുണ്ടായതും ആ ചെറുപ്പക്കാരൻ അയാളുടെ കൈ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ അയാളുടെ ബോഡിക്ക് ചുറ്റുമായി ഒരു തീ ഉണ്ടായി. പക്ഷെ ആ നിമിഷത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഒരു ചാട്ടവാറ അയാളുടെ പുറത്ത് അതിശക്തമായി പതിച്ചു. ആ ചാട്ടവാറ പതിച്ചതും ആ വ്യക്തി 2ആയി കീറി മുറിക്കപ്പെട്ടു. ആ ചാട്ടവാറിന്റെ മറ്റേ അറ്റം അങ്കിൾ ഗുവാന്റെ കയ്യിലാണ്. എൽഡർ ഗുവാൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ആ അങ്കിൾ ഗുവാൻ ഒറ്റയടിക്ക് ആ വ്യക്തിയെ 2ആയി മുറിച്ചതാണ്. അത് കണ്ടതും ആ എത്തൻ പീക്കിലുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് അങ്കിൾ ഗുവാന് നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്തിനാ അയാളെ കൊന്നത്? അതിന് ഉത്തരമായി എൽഡർ ഗുവാൻ പറഞ്ഞു, അവൻ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാൻ പോവുകയായിരുന്നു. അവൻ സ്വയം പൊട്ടിത്തെറിക്കാൻ പോവുകയായിരുന്നു. ആ പൊട്ടിത്തെറിയിൽ നിങ്ങൾ എല്ലാവരും അവസാനിച്ചനെ. അവനെ ഏതോ മോൺസ്റ്റർ സ്വന്തമാക്കിയതാണ്. അവനല്ല ആ ബോഡിയിൽ ഉണ്ടായിരുന്നത്, ഒരു മോൺസ്റ്റർ ആയിരുന്നു. എൽഡർ ഗുവാന്റെ വിശദീകരണം കേട്ടതും മാർക്ക് ഫെല്ലർ എല്ലാവരോടായി പറഞ്ഞു, അതെ, എൽഡർ ഗുവാൻ പറഞ്ഞത് ശരിയാണ്. അവനെ ഒരു മോൺസ്റ്റർ സ്വന്തമാക്കിയിരുന്നു. ഇതുവരെ നമ്മൾ പഠിപ്പിച്ചതെല്ലാം നമ്മളിൽ നിന്ന് മോൺസ്റ്റർ റേസിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും അത് ഒരു ഞെട്ടലാണ് പീറ്റർ ഹാൻസനും ടീമിനും ഉണ്ടാക്കിയത്.
ബ്രില്യൻസ് ഓഫ് സ്റ്റാർസ് എന്നുള്ള അവരുടെ ആ സിദ്ധാന്തം അല്ലെങ്കിൽ ആ പുതിയ പരിശീലന പരിപാടി ഒരു വല്ലാത്തൊരു അഡ്വാൻറ്റേജ് മോൺസ്റ്റർ റേസിന് മുകളിൽ അവർക്ക് നൽകിയിരുന്നു. ആ രഹസ്യമാണ് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ വ്യക്തി വഴി മോൺസ്റ്റർ റേസിലേക്ക് പോയിരിക്കുന്നത്. അയാൾ പഠിച്ച കാര്യങ്ങളൊക്കെ മോൺസ്റ്റർ റേസിനെ അറിയിച്ചോ ഇല്ല എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവർക്കിടയിൽ ചാരന്മാരുണ്ട്. പല സ്ഥലത്തു നിന്നായി ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടാണല്ലോ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. വന്ന ആളുകളിൽ ആരൊക്കെയാണ് ചാരന്മാർ, ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർക്കൊപ്പം ഉള്ളത്, ആർക്കും അറിയാൻ പറ്റില്ല. മോൺസ്റ്റർ റൈസിന്റെ ഹെവൻലി മോൺസ്റ്റേഴ്സിന് മറ്റുള്ളവരുടെ ബോഡിയിലേക്ക് കയറാൻ പറ്റും. മറ്റുള്ളവരുടെ ബോഡി കയറി അവരുടെ ഡിവൈൻ സെൻസിനെയും സോളിനെയും മറികടന്ന് സ്വന്തം സോളിനെയും ഡിവൈൻ സെൻസിനെയും സ്ഥാപിക്കാൻ ആ ഹെവൻലി മോൺസ്റ്റേഴ്സിന് പറ്റും. അങ്ങനെയുള്ള ഏതോ ഹെവൻലി മോൺസ്റ്റേഴ്സ് ആ യോദ്ധാവിനെ പിടികൂടിയതാണ്. കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. മാർക്ക് ഫെല്ലർ അങ്കിൾ ഗുവാനുമായി തിരിച്ച് മാർക്കിന്റെ സ്ഥലത്തേക്ക് മടങ്ങി. മാർക്ക് അവിടെ എത്തുമ്പോൾ ഹാൻസ് പീറ്ററും അതുപോലെ വാനിലയും എത്തി. ഗു വാനിലയ്ക്കൊപ്പം ജീനയും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട പ്രമുഖരായ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. മാർക്കിന്റെ നേരത്തെയുള്ള ശക്തരൊക്കെ ഇപ്പൊ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ജൂ പോലും സ്ഥലത്തില്ല. പുതിയ ടീമാണ് മാർക്കിനൊപ്പം ഉള്ളത്. മാർക്ക് അവരോട് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ചാരനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ജീനയ്ക്കുൾപ്പെടെ എല്ലാവർക്കും അതിശയം. മാർക്ക്, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണമല്ലോ. ജീന, നമ്മൾ ആരോ നിരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് കുറച്ച് ദിവസമായി ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു അന്വേഷണം നടത്തിയത്. മാർക്കിന്റെ ആ ഹ്യൂമൻ റൈസ് വാച്ചിനകത്ത് നടക്കുന്ന പരിശീലന പരിപാടികൾ മോൺസ്റ്റേഴ്സ് ആരോ അവിടെ ആ ഓയിലിൽ നിന്നുകൊണ്ട്, ശൂന്യതയിൽ നിന്നുകൊണ്ട് മറഞ്ഞു നിന്നിട്ട് വീക്ഷിക്കുകയാണെന്നുള്ള ഒരു ഫീലാണ് ഇപ്പൊ മാർക്കിനുള്ളത്. അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അന്ന് ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അവിടെ സ്കാൻ ചെയ്തത്. പക്ഷേ മാർക്കിന് ആരെയും കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മാർക്കിന്റെ സോൾ ഇറക്കി ഒരു പരീക്ഷണം നടത്തിയത്. പക്ഷെ ആ സോള് ചെന്നപ്പെട്ടത് സോളുകൾ മാത്രമുള്ള ഒരു കിങ്ഡത്തിലാണ്, ഒരു വലിയ സ്ഥലത്തേക്കാണ്. സോൾ കിങ്ഡം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് മാർക്ക് എത്തിയത്. അത് സോൾ കിങ്ഡം ആണോ എന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയത്തില്ല. പക്ഷെ അവിടെ ഒരുപാട് സോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ മാർക്കിന് സംശയമില്ല. അതിലൊരു സോള് മാർക്കിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മാർക്ക് രക്ഷപ്പെട്ടതുമാണ്. മാർക്ക് ആ കാര്യങ്ങളൊക്കെ ജീനയുമായി പങ്കുവച്ചു. അതൊക്കെ കേട്ടപ്പോൾ മാർക്കിനോടായി ജീന പറഞ്ഞു, മാർക്ക്, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മാർക്ക്, നീ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട, പരമാവധി ശക്തി നേടാൻ നോക്ക്. ജീനയ്ക്ക് കഥ ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട്. ആരോ അവരെ ഫോളോ ചെയ്യുകയാണ്. ജീന ആ അനുഭവം ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഫോളോ ചെയ്യുന്ന ആളുകളെ പേടിച്ചാണ് അവൾ യഥാർത്ഥത്തിൽ മൂൺ പവലിയനിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നത്. അവൾ അവിടെ അവളുടേതായ ഒരു ലോകം തന്നെ അതിനിടയിലും കെട്ടിപ്പടുത്തിരുന്നു. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീന മാർക്കിനോട് അങ്ങനെ ഉപദേശിച്ചത്. മാർക്ക് ഫെല്ലർ ജീനയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മാർക്കിന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ സുമേരു റിങ്ങിനകത്തുള്ള ഇമോർട്ടൽ എംപറുടെ ശബ്ദം മാർക്ക് കേട്ടു. ശബ്ദം കേട്ടതും മാർക്ക് ഫെല്ലറും ആ റിങ്ങിനകത്തേക്ക് കയറി. റിങ്ങിനകത്ത് ആ പെട്ടി തുറന്ന് ഇമോർട്ടൽ എംപർ എണീറ്റിരിക്കുകയാണ്. മാർക്ക്, നീ സംശയിക്കുന്നത് ശരിയാണ്. നിന്റെ സോൾ പോയത് സോൾ കിങ്ഡത്തിലേക്ക് തന്നെയാണ്. അതിശക്തരായ സോളുകളുടെ ഒരു കേന്ദ്രമാണ് അവിടം. മാർക്ക്, നിന്നെ രഹസ്യമായി ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നിന്റെ സംശയം. നിന്റെ ആ സംശയം ശരിയാണ്. നീ ആ മോൺസ്റ്റർ റൈസുകളുടെ പാത്ത് ഓഫ് ഹെവനിൽ എന്നെത്തിയോ അന്ന് നീ നിരീക്ഷിക്കപ്പെട്ടു തുടങ്ങി എന്നാണ് സത്യം. മാർക്ക് ഫെല്ലർ ശരിക്കും മോൺസ്റ്റർ റൈസിന്റെ പാത്ത് ഓഫ് ഹെവന് സമീപം എത്തിയതാണ്. അന്നവിടെ ആ അൾത്താരയിൽ നടന്ന അറ്റാക്ക് ഇപ്പോഴും മാർക്കിന്റെ മനസ്സിൽ ജ്വലിച്ചിരിക്കുകയാണ്. അന്ന് അവിടെ വെച്ചാണ് ഹെക്ടർ ടെങ് അതിശക്തനായ ഗോഡ്ലി കിങ് ആയി മാറിയത്. ആ നിമിഷം മുതൽ മാർക്ക് നിരീക്ഷണത്തിലാണ്. മാർക്കിനെ നിരീക്ഷിക്കുന്നത് മോൺസ്റ്റർ റൈസിലെ ആളുകളാണോ എന്ന ചോദ്യം മാർക്ക് ഇമോർട്ടൽ ചക്രവർത്തിയോട് ചോദിച്ചപ്പോൾ യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ നിരീക്ഷിക്കുന്നത് എന്തായാലും 6th ലെവലിലുള്ള സെയിന്റുകളാണ്. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 6th ലെവലിൽ എത്തുന്ന ഒരാൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. 5th ലെവലും 6th ലെവലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. 6th ലെവലിന് എന്തും നടക്കും. അതുകൊണ്ടാണ് അവരെ സന്യാസി എന്ന് വിളിക്കുന്നത്. ആ സെയിന്റിന് എന്തും നിരീക്ഷിക്കാൻ പറ്റും. യാവോ ചക്രവർത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, 6th ലെവലിൽ സെയിന്റിന് സാധ്യമല്ലാത്തത് ഒന്നുമില്ല എന്നതാണ് സത്യം. ആരെയും നിരീക്ഷിക്കാം, എവിടെ വേണമെങ്കിലും നിരീക്ഷിക്കാം, എന്തും നിരീക്ഷിക്കാം. അവർക്ക് നേരെ വരുന്ന ഏത് അറ്റാക്കും അവർ മുൻകൂട്ടി കാണും. അങ്ങനെ യാവോ ചക്രവർത്തി പറഞ്ഞതും മാർക്ക് ചോദിച്ചു, ഇമോർട്ടൽ എംപറർ, അപ്പോ ആ ബ്ലാക്ക് കുടുംബത്തിലെ ടിയാൻഫെങ് കൊല്ലപ്പെട്ടതോ? ആ കൊല്ലപ്പെട്ട ടിയാൻഫെങ്ങും ശരിക്കും ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 6th ലെവലുകാരനാണ്, ഒരു സെയിന്റ് ആണ്. ആ സെയിന്റിന് സകല അപകടങ്ങളും മുൻകൂട്ടി കാണാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് മാത്രം കാണാൻ പറ്റിയില്ല? ആ ചോദ്യം മാർക്ക് ചോദിച്ചതും ഇമോർട്ടൽ ചക്രവർത്തി
യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ 6th ലെവലിലുള്ള ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലെ സെയിന്റുകൾ പരസ്പരം പാരവെച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. മാർക്ക്, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നീ 6th ലെവലിൽ കടക്ക് തന്നെ വേണം. ഇമോർട്ടൽ ചക്രവർത്തി യാവോ അത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ശവപ്പെട്ടിയിൽ കയറി കിടന്ന് ആ മൂടിയെടുത്ത് സ്വയം അടച്ചു. കൂടുതലൊന്നും സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് മാർക്കിനോട് അയാൾ പറയാതെ പറയുകയാണ്. പക്ഷെ അയാൾ പറഞ്ഞിട്ട് പോയ വാചകത്തിനകത്ത് ഒരു കാര്യമുണ്ട്. ഒരു സെയിന്റ് അങ്ങനെ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ സെയിന്റുകൾ ഉണ്ടാകും. മാർക്കിനെ അലട്ടുന്ന ഒരു വിഷയം തന്നെയാണത്. ബ്ലാക്ക് കുടുംബത്തിലെ ആ ടിയാൻ ഫെങ് എന്ന സെയിന്റ് അതിശക്തനായിരുന്നു. അയാള് ശരിക്കും സൈക്ലൂഷലായിരുന്നു. ഈ മോൺസ്റ്റർ റേസും മറ്റ് ഏലിയൻ റേസുകളും ഒക്കെ ഹ്യൂമൻ വംശത്തെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് ബ്ലാക്ക് കുടുംബത്തിന്റെ ഭാഗമായിട്ട് അധികം നാളുകളായിട്ടില്ല. സെക്ലൂഷനിൽ നിന്ന് അയാൾ പുറത്തു വന്നപ്പോൾ ബ്ലാക്ക് കുടുംബത്തിന് അതുണ്ടാക്കിയ സന്തോഷം അതിരുകളില്ലാത്തതാണ്. പക്ഷെ അപ്പോഴാണ് അയാൾ ഡീമൺ റേസുകാരുടെ ഒരു പതിയിരുന്നുള്ള ആക്രമണത്താൽ കൊല്ലപ്പെടുന്നത്. അതിന്റെ റീസൺ അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം അല്ലെങ്കിൽ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള കാരണം മാർക്കിന് ഇതുവരെയും മനസ്സിലായിരുന്നില്ല. ഇപ്പൊ പക്ഷേ യാവോ ചക്രവർത്തി ഒരു സൂചന മാർക്കിനെ കൊടുത്തിരിക്കുകയാണ്. മറ്റ് ആരൊക്കെയോ ചേർന്ന് ഒരു ചതി നടത്തിയപ്പോൾ ബ്ലാക്ക് കുടുംബത്തിലെ ടിയാൻ ഫെങ് കൊല്ലപ്പെട്ടതാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിശബ്ദനായി ഇരിക്കുകയാണ്. അങ്ങനെ എത്ര നേരം മാർക്ക് ഇരുന്നു എന്നറിയില്ല. പെട്ടെന്നാണ് മാർക്കിന് മറ്റു ചില ആളുകളുടെ സാന്നിധ്യം തൻ്റെ അടുത്ത് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് മാർക്ക് കയ്യിൽ നനയ്ക്കുന്നു. മാർക്കിന്റെ കയ്യിൽ ആ ഗോസ്റ്റ് സോഡ് എത്തി. ആ ഗോസ്റ്റ് സോഡിൽ ശക്തമായ ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഇരച്ച് കയറുമ്പോഴേക്കും മാർക്കിന്റെ തൊട്ടു മുന്നിൽ 6 രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, ശത്രുവല്ല, ഞങ്ങള് നിന്നെ ഉപദ്രവിക്കാൻ വന്നതേ അല്ല. അങ്ങനെ ആ ആള് പറഞ്ഞിട്ട് അയാൾ സ്വയം മാർക്കിനെ പരിചയപ്പെടുകയാണ്. മാർക്ക്, ഞാൻ ഹെവൻലി സോഡ് സെക്ഷൻ എന്നാണ് വരുന്നത്. എൻ്റെ പേര് റീഗൻ എന്നാണ്. അയാള് ശരിക്കും നല്ല മനോഹരമായ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് മാർക്കിനോട് സംസാരിച്ചത്. അയാളുടെ ആ ബോഡി ലാംഗ്വേജ് ഒരു ഫ്രണ്ട്ലിയാണ്. അത് കണ്ടതും മാർക്ക് ആ സോഡ് പിൻവലിച്ചു. ചിരിച്ചുകൊണ്ട് റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങള് മാർക്കിന്റെ ഒരു സഹായം തേടിയ വന്നത്. എൻ്റെ സഹായം? അതെ മാർക്ക്, ഞങ്ങള് മിസ്റ്റി ഫോറസ്റ്റിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. മിസ്റ്റി ഫോറസ്റ്റിലോ? അതെ മാർക്ക്, മിസ്റ്റി ഫോറസ്റ്റിൽ. അല്ല, അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ എന്തിനാ വേണ്ടത്? മാർക്ക്, അവിടേക്ക് പോകാൻ 7 ആളുകൾ വേണം. ഞങ്ങളിപ്പോ 6 പേരേ ഉള്ളൂ. നീ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു മുതൽക്കൂട്ടാവും. ഹേയ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് നിങ്ങൾ ആരെന്ന് പോലും അറിയില്ല. നിങ്ങളിപ്പോൾ സ്വയം പരിചയപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരറിയാം. പക്ഷേ ഞാൻ നിങ്ങൾക്കിപ്പം വരണമെന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളത്? മാർക്ക്, ഈ മിസ്റ്റി ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ അവിടേക്ക് ചെന്നാൽ നമ്മുടെ ശക്തി വർദ്ധിക്കും. അതെന്തോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾ എന്നെ എന്തിനാ വിളിക്കുന്നത്? ഏയ് മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 7 പേര് വേണം. ഞങ്ങൾ 6 പേരിൽ 4 പേർ 5th ലെവൽ ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലെ യോദ്ധാക്കളാണ്. 2 പേർ 4th ലെവലുമാണ്. നീയും ഒരു 4th ലെവലുകാരനാണ്. മാർക്ക്, നീ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ആ റീഗൻ പറഞ്ഞതും മാർക്ക് റീഗനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ പറയുന്ന മിസ്റ്റി ഫോറസ്റ്റിൽ അത്ര എളുപ്പം ആളുകൾക്ക് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കേട്ട കഥ അനുസരിച്ചാണെങ്കിൽ അവിടെ സെയിന്റ് ലെവലുള്ള ആളുകൾക്ക് പോലും അങ്ങനെ പോകാൻ പറ്റില്ലെന്നാണ്. അവിടെ ഒരു നിരീക്ഷണ സംവിധാനമുണ്ട്. ആ നിരീക്ഷണ സംവിധാനം എപ്പോഴും നമ്മുടെ മൂവ്മെന്റിനെ നിരീക്ഷിക്കും. അത് നമുക്ക് അപകടം ഉണ്ടാക്കും. അത് കേട്ടതും അതുവരെ നിശബ്ദയായി നിന്ന ആ കൂട്ടത്തിലെ ഒരു സുന്ദരി മാർക്കിനോട് സംസാരിച്ചു. മാർക്ക്, എൻ്റെ പേര് ക്യൂന എന്നാണ്. ഷെൻ കുടുംബത്തിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഞങ്ങളുടെ സെക്ഷന്റെ പേര് ഡിവൈൻ വിൽ സെക്ഷൻ എന്നാണ്. മാർക്ക്, നീ പറഞ്ഞത് 100% ശരിയാണ്. ആ മിസ്റ്റി ഫോറസ്റ്റിൽ സകലതും നിരീക്ഷണത്തിന് വിധേയമാണ്. പക്ഷെ മാർക്ക്, ആ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. അങ്ങനെ പറഞ്ഞ ആ ഷെൻ ക്യൂന കൈ ഒന്ന് അനക്കിയതും അവളുടെ കയ്യിൽ ഒരു വലിയ കണ്ണാടി പ്രത്യക്ഷപ്പെട്ടു. കൈപ്പിടിയുള്ള ഒരു വലിയ മിറർ. ആ കൈപ്പിടിയുള്ള മിറർ മാർക്കിനെ കാണിച്ചിട്ട് ഷെൻ ക്യൂന മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ഈ മിറർ കൈവശമുണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മളെങ്ങനെ നിരീക്ഷിക്കാൻ പറ്റില്ല. അത് കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് ഷെൻ ക്യൂനോട് പറഞ്ഞു, ഹേയ് മിസ് ക്യൂന, നിങ്ങൾ എന്താ അവിവേകമായി ഈ പറയുന്നത്? ഈ ആർട്ടിഫാക്റ്റ് ഒന്നും ഒരു തരത്തിലും ഗുണപ്പെടില്ല. നമ്മൾ നിരീക്ഷിക്കുന്നത് സെയിന്റുകളല്ലേ തങ്ങൾ നിരീക്ഷിക്കുന്നതെന്ന് മാർക്ക് ചോദിച്ചതും ക്യൂന ഒന്ന് ചിരിച്ചു. മാർക്കിനപ്പോ സെയിന്റുകളെ കുറിച്ചും അവരുടെ
നിരീക്ഷണത്തെക്കുറിച്ചൊക്കെ അറിയാമല്ലേ? വെരി ഗുഡ്. മാർക്കിന്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി വിശദമാക്കാം. ഈ മിററിന് സെയിന്റുകളെ കബളിപ്പിക്കാനാവും. മാർക്ക് എന്നിട്ടും മടിച്ചു നിൽക്കുന്ന കണ്ടതും റീഗൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞങ്ങൾക്ക് ഒപ്പം വന്നാൽ നിനക്ക് ഒരു സമ്മാനം ഞങ്ങൾ നൽകാം. സമ്മാനമോ? അതെ മാർക്ക്, ഞാൻ നിനക്ക് ഹെവൻലി സോൾ ജെയ്ഡിന്റെ ഒരു കഷ്ണം നൽകാം. ഹെവൻലി സോൾ ജെയ്ഡ് എന്ന് കേട്ടതും മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, നീ അവർ പറയുന്ന അനുസരിക്കും. മാർക്കിനോട് ഇപ്പൊ സംസാരിച്ചത് മാർക്കിന് മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ സാക്ഷാൽ യാവോ ചക്രവർത്തിയാണ്. യാവോ ചക്രവർത്തി മാർക്കിന്റെ കയ്യിലിട്ടിരിക്കുന്ന ആ സുമേരു റിങ്ങിനകത്തുള്ള ആ ശവപ്പെട്ടിക്കകത്ത് സുഖമായി കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ടാണ് അയാൾ മാർക്കിനോട് സംസാരിച്ചത്. മാർക്ക്, ഈ ഹെവൻലി സോൾ ജെയ്ഡ് കിട്ടിയാൽ എനിക്ക് എന്റെ സോളിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പറ്റും. മാർക്ക്, ഈ അവസരം നീ പാഴാക്കരുത്. മാർക്ക് എന്ത് പറയണമെന്നറിയാതെ ഇമോർട്ടൽ ചക്രവർത്തിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ എതിരിൽ നിൽക്കുന്ന ആ ഷെൻ ക്യൂന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ കൈവശമുള്ള ആ 9 ലൈഫ് ടൈംസിന്റെ ആ ശവപ്പെട്ടിയിലെ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടിയെ കുറിച്ചാണ് ഷെൻ ക്യൂന പറയുന്നത്. മാർക്ക്, ആ ശവപ്പെട്ടിയിൽ ഇതുപോലുള്ള 9 ഹെവൻലി സോൾ ജെയ്ഡുകളുണ്ട്. ജെയ്ഡ് എന്ന് പറയുന്നത് മുത്തെന്ന് പറയാം. അങ്ങനെയുള്ള 9 മുത്തുകൾ ഉപയോഗിച്ചാണ് മാർക്കിന്റെ കയ്യിലുള്ള ആ ശവപ്പെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഷെൻക്യൂന അത് പറഞ്ഞപ്പോൾ മാർക്ക് ഇമോർട്ടൽ ചക്രവർത്തിയുടെ ശബ്ദം പിന്നെയും കേട്ടു. മാർക്ക്, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, നീ അവർക്ക് വാക്കുകൊടുക്ക്. മാർക്ക്, നീ അവർക്കൊപ്പം പോയി ആ ഹെവൻലി സോൾ ജെയ്ഡ് നേടിയാൽ നീ പറയുന്ന എന്ത് കാര്യവും ഞാൻ സമ്മതിച്ചു തരാം. മാർക്ക്, നിനക്ക് വേണ്ടി 10 അല്ല 100 കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു വല്ലാത്ത ആവേശം ഇമോർട്ടൽ ചക്രവർത്തിയുടെ ശബ്ദത്തിൽ മാർക്ക് കേട്ടു. മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ റീഗനോട് പറഞ്ഞു, റീഗൻ, എന്തിനാ എവനോട് വെറുതെ സംസാരിക്കുന്നത്? നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും അയാളുടെ ഒപ്പമുള്ള ഒരു സീനിയർ അവനെ നേരെ തിരിഞ്ഞ് അവനോട് പറഞ്ഞു, ഷാങ്, മിണ്ടായിരിക്കെ, എവിടെ സംസാരിക്കരുതെന്ന് അറിയില്ലല്ലേ? ഷാങ് എന്ന് വിളിക്കപ്പെട്ട ആ പയ്യൻസ് ഹെവൻലി ഡിവിനേഷൻ സെക്ഷനിലെ ഒരു യോദ്ധാവാണ്. അവൻ പെട്ടെന്ന് ആ സംസാരിച്ച ആളോട് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമുക്ക് ഇഷ്ടമുള്ള ആളുണ്ടല്ലോ, നമ്മളെന്തിനാ അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവൻ വീണ്ടും അങ്ങനെ പറഞ്ഞതും ആ ഡിവിനേഷൻ സെക്ഷനിലെ അവനോടൊപ്പമുള്ള ആള് കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ ആ പ്ലാസ്റ്റർ ഈ ഷാങ്ങിന്റെ വായിൽ അങ്ങ് ഒട്ടുകയും ചെയ്തു. ശരിക്കും അയാൾ ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് അവന്റെ വാ അടപ്പിച്ചു എന്ന് പറയാം. മാർക്ക് ഫെല്ലർ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ ആ കാഴ്ചയിലേക്കൊന്ന് നോക്കുമ്പോൾ വീണ്ടും ഇമോർട്ടൽ ചക്രവർത്തിയുടെ ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക്, വാക്ക് കൊടുക്ക്. മാർക്ക് ആ ഷാങ്ങിനെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഓക്കെ, ഞാൻ എഗ്രി ചെയ്യുന്നു. ശരിക്കും ഒരു ആശ്വാസം ഈ സമയത്ത് റീഗന്റെ മുഖത്തും അതുപോലെ ക്യൂനയുടെ മുഖത്തും ഉണ്ട്. അതേപോലെ തന്നെ ആ ഷാങ്ങിന്റെ മുഖത്ത് പ്ലാസ്റ്റർ ധരിപ്പിച്ച ആ വ്യക്തിയുടെ മുഖത്തും ഉണ്ട്. അവര് മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങള് നാളെ ഇതേ സമയത്ത് വരാം. മാർക്കിന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ആ എൻ്റെ ടീം അവിടെ നിന്ന് പോയതും മാർക്ക് ഇമോർട്ടൽ ചക്രവർത്തിയോട് ചോദിച്ചു, യാവോ ചക്രവർത്തി, എന്താ ഈ സംഭവം? മാർക്ക്, ഹെവൻലി സോൾ ജെയ്ഡ് എന്ന് പറയുന്നത് വളരെ വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. നീ അതെനിക്ക് വേണ്ടി നേടിയാൽ ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഏത് കാര്യങ്ങൾക്കും ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. ഇമോർട്ടൽ ചക്രവർത്തി യാവോ അങ്ങനെ പറഞ്ഞതും മാർക്ക് യാവോട് പറഞ്ഞു, യാവോ, കാര്യമൊക്കെ ശരി, പക്ഷെ എനിക്കറിയാം ഈ മിസ്ചീഫ് ഫോറസ്റ്റ് കുഴപ്പം പിടിച്ച സ്ഥലമാണ്. അവിടേക്ക് പോകാൻ എൻ്റെ ഈ കപ്പാസിറ്റി പോരാ. അവിടേക്ക് നേരത്തെ പോയ ഒരു സെയിന്റ് ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച് ബാക്കി സെയിന്റുകൾ അവരുടെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ഒരു സ്കാനിങ് നടത്തിയെങ്കിലും ആ ആളെ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു സെയിന്റ് പോലും മിസ്സായ സ്ഥലമാണ് മിസ്റ്റി ഫോറസ്റ്റ്. ആ മിസ്റ്റി ഫോറസ്റ്റിൽ മാർക്കിനെ പോലെ ഒരാൾ ചെന്നാൽ എന്താകും അവസ്ഥയെന്ന് മാർക്കിന് ഇപ്പോഴേ അറിയാം. അതുകൊണ്ട് മാർക്ക് യാവോട് പറഞ്ഞു, യാവോ, എനിക്ക് കൂടുതൽ ശക്തി കിട്ടാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. മാർക്ക്, നീ എന്തായി പറയുന്നത്? ആകെ നമ്മുടെ മുന്നിൽ ഒരു ദിവസമേ ഉള്ളൂ. ഈ ഒരു ദിവസത്തിനിടയിൽ ഞാൻ നിന്നെ എന്ത് പഠിപ്പിക്കാനാണ്? എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ആ യാവോ ആ ശവപ്പെട്ടിയിൽ പിന്നെ അങ്ങ് കിടന്നു. യാവോ അങ്ങനെ ആ ശവപ്പെട്ടി കിടന്ന് ആലോചിക്കുമ്പോൾ മാർക്ക് അവിടെ നിന്ന് എണീറ്റ് നേരെ ആ ബിൽഡിങ്ങിന്റെ മുൻപിൽ വന്നു. അവിടെ സാക്ഷാൽ ഗു വാനിലെയും എൽഡർ ഗുവാനും അതുപോലെ ഹാൻസ് പീറ്ററും ഉണ്ട്. മാർക്ക് അവരോട് കാര്യം പറഞ്ഞു. നാളെ മാർക്ക് ഫെല്ലർ പറഗട്രിയിലെ ആ മിസ്റ്റി ഫോറസ്റ്റിലേക്ക് പോവുകയാണെന്ന് കേട്ടതും ഗു വാനില മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്തായി പറയുന്നത്? അത് അപകടം പിടിച്ച സ്ഥലമാണ്.
അവിടെയൊന്നും അങ്ങനെ ആരും പോകത്തില്ല. എൽഡർ ഗുവാനും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഈ മിസ്റ്റി ഫോറസ്റ്റിൽ നേരത്തെ പോയിട്ടുണ്ട്. മാർക്ക്, നീ വിചാരിക്കുന്ന ഒരു സ്ഥലമേ അല്ലാതെ. അവിടെ അപകടം പതിയിരിപ്പുണ്ട്. അവിടേക്ക് പോയാൽ അങ്ങനെ എളുപ്പം തിരിച്ചു വരാൻ പറ്റില്ല. ഗോസ്റ്റ് വേൾഡിലേക്ക് പോയ വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. മോൺസ്റ്റർ റേസിന്റെ ആ പാത്ത് ഓഫ് ഹെവൻ ഉള്ള സ്ഥലത്ത് പോയ വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. അവിടെ രണ്ടിടത്തും ഉള്ളതിനേക്കാൾ ഏറെ അപകടം മിസ്റ്റി ഫോറസ്റ്റിനകത്തുണ്ടെന്നാണ് എൽഡർ ഗുവാൻ മാർക്കിനോട് പറയുന്നത്. മാർക്ക് എൽഡർ ഗുവാനോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ പക്ഷേ വാക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്യണം. എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ 3 പേരും ചേർന്ന് ഈ ഹ്യൂമൻ റേസ് വാച്ച് നടത്തിക്കൊണ്ട് പോകണം. ഞാൻ എന്തായാലും നാളെ മിസ്റ്റി ഫോറസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്. അതുവരെ നിശബ്ദനായിരുന്ന ഹാൻസ് പീറ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഹ്യൂമൻ റേസ് വാച്ചിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. മിസ്റ്റി ഫോറസ്റ്റിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അവിടെ പോയ ആരും ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. അവിടെയാണ് നീ ഇപ്പോൾ പോകുന്നത്. മാർക്ക്, ഒരുപാട് റിസ്ക് ഈ യാത്രയിലുണ്ട്. ഹാൻസ് പീറ്റർ മാർക്കിന്റെ എല്ലാ വളർച്ചയും സ്വന്തം കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാണ്. മാർക്കിനെ അയാൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മാർക്കിന് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ ഹാൻസ് പീറ്റർക്ക് പറ്റില്ല. ഡീമൺ സ്ലെയിങ് പീക്കിന്റെ ആ പീക്ക് മാസ്റ്റർ നിലയിൽ മാർക്കിന്റെ വളർച്ച അടുത്തുനിന്ന് കണ്ട ആ വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് പീറ്ററുടെ കയ്യിലേക്കൊന്ന് പിടിച്ചു. പീക്ക് മാസ്റ്റർ, ഒന്നും സംഭവിക്കില്ലെന്ന്. ഒന്നും. അത് മാത്രമല്ല, എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും എന്നോടൊപ്പമുള്ള ടീമിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ധൈര്യമായി പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്ക് അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ജീന അവിടേക്ക് വന്നു. അവളും സംഭവങ്ങൾ കേട്ടതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മിസ്റ്റി ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. പക്ഷേ 7th ലെവൽ പർഗട്ടറിയിൽ കണക്റ്റഡ് ആണ് ഈ സ്ഥലം. അവിടെ അതുമായി കണക്റ്റഡ് ആണ് ശരിക്കും മോൺസ്റ്റർ റേസുകാരുടെ പാത്ത് ഓഫ് ഹെവൻ. മാർക്ക്, അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മോൺസ്റ്റർ റേസുകാർ ഒരുപാട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ മിസ്റ്റി ഫോറസ്റ്റ്. അപകടം എല്ലാ അർത്ഥത്തിലും അവിടെ ഉണ്ടാകും. നീ തീരുമാനിച്ചത് കൊണ്ട് ഞാൻ നിന്നെ തടുക്കുന്നില്ല. ജീന മാർക്കിന്റെ വെൽവിഷറാണ്. പക്ഷെ മാർക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറില്ല എന്നുള്ള കാര്യം ജീനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ പർഗട്ടറിയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആ മിസ്റ്റി ഫോറസ്റ്റിലേക്ക് പോകാനുള്ള മാർക്കിന്റെ തീരുമാനത്തെ ജീന തടുക്കാത്തത്. ജീനയും മാർക്ക് ഫെല്ലറും അങ്കിൾ ഗുവാനും ഹാൻസ് പീറ്ററും അതുപോലെ ഗു വാനിലയും മാർക്കിന്റെ ആ യാത്രയെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ച തന്നെ നടത്തി. ആ ചർച്ച ഒരു പരിമമായപ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. അത് സാക്ഷാൽ ഇമോർട്ടൽ ചക്രവർത്തിയുടെ ശബ്ദമാണ്. ആ ചക്രവർത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. മാർക്ക്, ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നിനക്ക് നിന്റെ ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും. മാർക്കിന്റെ ഡിവൈൻ ഐയുടെ 2nd ലെവൽ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ഇപ്പോൾ പല ലെയറുകളിലുമുള്ള അപകടങ്ങൾ കാണുന്നത്. അത് തന്നെ വളരെ യാദൃശ്യവശാൽ മാർക്ക് കണ്ടെത്തിയ ഒരു കാര്യമാണ്. ആ ഡിവൈൻ ഐ തന്നെ ആപത്തിൽ സംരക്ഷിക്കുമെന്നാണ് മാർക്ക് ഫെല്ലറോട് ഇപ്പോൾ ഇതാ ഇമോർട്ടൽ ചക്രവർത്തി യാവോ പറഞ്ഞത്. ഭൂമിയിൽ കടലിന്റെ അടിയിൽ നിന്നാണ് മാർക്കിന് യഥാർത്ഥത്തിൽ ആ ഡെസലറ്റ് ഡിവൈൻ ഐ ലഭിച്ചത്. ആ കണ്ണ് അന്ന് മുതൽ മാർക്കിനൊപ്പമുണ്ട്. അതിനു മുമ്പും അതിനുശേഷവും മാർക്ക് നേടിയ പല ആർട്ടിഫാക്റ്റുകളും ഇപ്പോൾ മാർക്കിന്റെ കൈവശമില്ല. മാർക്ക് വളരുന്നതനുസരിച്ച് ആ ആർട്ടിഫാക്റ്റുകളുടെ ഉപയോഗം മാർക്കിന് കുറയുമ്പോൾ മാർക്ക് അത് ഒഴിവാക്കുകയോ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയോ ചെയ്യും. പക്ഷെ അന്നും ഇന്നും മാർക്കിന് ഒപ്പമുള്ളത് ആ ഡെസലറ്റ് ഡിവൈൻ ഐ ആണ്. അത് മാർക്കിനെ രക്ഷിക്കുമെന്നാണ് ഇമോർട്ടൽ ചക്രവർത്തി യാവോ മാർക്കിനോട് പറഞ്ഞത്. എന്തായാലും പിറ്റേന്ന് കൃത്യസമയത്ത് തന്നെ മാർക്കിനെ അന്വേഷിച്ച് ആ 6 അംഗ സേന എത്തി. അവർക്കൊപ്പം മാർക്ക് അതിവേഗം മിസ്റ്റി ഫോറസ്റ്റിലേക്ക് തിരിച്ചു. ഒരുപാട് ദുരൂഹതകളും അപകടങ്ങളുമുള്ള മിസ്റ്റി ഫോറസ്റ്റിലേക്ക് മാർക്കിനൊപ്പം സഞ്ചരിക്കുന്ന ആ സംഘത്തിന്റെ തലവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരുപാട് അപകടങ്ങൾ നമുക്ക് മിസ്റ്റി ഫോറസ്റ്റിൽ നേരിടേണ്ടി വരും. മാർക്ക്, ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറയാം. നമ്മൾ ആരും ജീവനോട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ അവിടേക്ക് പോകേണ്ടതില്ല. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.